ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാം ഒത്തുചേർന്ന ദിവസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ അൽഹംദുലില്ലാ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഈദാണ്, സന്തോഷം നിറഞ്ഞ ദിവസമാണ്, ഒരുപാട് നന്മകൾ നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച. വിശുദ്ധ റമദാനിൻ്റെ ഇന്നേ ദിവസം ദാറുൽ ഫുർഖാനിലെ 2 വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കി അതിൻ്റെ ഒരു ചടങ്ങിലും കൂടിയാണ് നമ്മളുള്ളത്. ദാറുൽ ഫുർഖാനിൻ്റെ ഈ വിദ്യാർത്ഥികളടക്കം 38ാമത്തെ വിദ്യാർത്ഥികളാണ് ഹാഫിളുകളാകുന്നത്. 10 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പല ഘട്ടങ്ങളിലായി അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓരോ രീതിയിലായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ ഈ ഒരു ബാച്ച് ഇന്ന് ഹാഫിളാകുന്ന വിദ്യാർത്ഥികൾ ഈ റമദാനിന് മുമ്പും ഇവിടുന്ന് ആയിട്ടുണ്ടല്ലോ, അവരൊക്കെ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ ഒരു ബാച്ചാണ്. ഈ ഒരു ബാച്ച് സിസ്റ്റത്തിലുള്ള വിദ്യാർത്ഥികളാണ്. അവരാണ് ഈ 10ാം ക്ലാസ് പൂർത്തിയായി ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷം സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി അതിൽ 2 കുട്ടികളും കൂടി ഇൻഷാ അല്ലാഹ് ആവാനുണ്ട്. അത് നമ്മുടെ അടുത്ത മാസം ഒരു എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ പാഠഭാഗങ്ങൾ പൂർത്തിയാകുക. അതുപോലെ സ്ഥാപനത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള മദ്രസ, സ്കൂൾ ഓഫ് ഖുർആൻ, ഈ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ, ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വളരെ ആസൂത്രമായിട്ടുള്ള പഠന സംവിധാനങ്ങളാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ദാറുൽ ഫുർഖാൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസം 10ാം തീയതി ആകുമ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തിന് മുമ്പ് ചെയ്യുകയും ഈ ഏപ്രിൽ മാസം അവസാനം അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നതാണ്. അതുകൊണ്ട് ആ കാര്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ മക്കളെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദീനീ ചുറ്റുപാടിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിന് ആ ഒരു സ്ഥാപന സംവിധാനങ്ങളാണ് ഈ ഒരു കമ്മിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ അതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾക്കറിയാം, ഈ റമദാനിൻ്റെ 20 നോമ്പ് പൂർത്തിയായി. നമ്മൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ 21ാമത്തെ രാവിലെയാണ് പ്രവേശിക്കുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒറ്റ രാവുകളുടെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്, അതും ഇന്നാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് പിന്നെ കുടുംബം ഖുർആനിൻ്റെ തണൽ എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സുബൈർ സൽഫിയുടെ ക്ലാസ് ഇവിടെ നടക്കാനിരിക്കുകയാണ്. എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഈ ഒരു ദിവസം അതിനൊരു ഭാഗ്യം ലഭിച്ചവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു നല്ല അനുഗ്രഹത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒത്തുചേർന്നിട്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം നമ്മൾ ഊട്ടുറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ഈ റമദാനിൻ്റെ 20 ദിവസങ്ങൾ പിന്നിട്ട് പോകുമ്പോൾ നമ്മൾ നേടിയെടുത്ത ആ സൂക്ഷ്മതയും തഖ്വയും ആ ഒരു പ്രാർത്ഥന രീതിയൊക്കെ ജീവിതത്തിൽ നിലനിർത്തി പോകാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമവും തുടർന്നുള്ള ജീവിതത്തിൽ, ശേഷിക്കുന്ന ജീവിതത്തിൽ അത് നിലനിർത്തി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മളുടെ ഭാഗത്ത്
പല പ്രയാസങ്ങളും നമ്മൾ പത്രങ്ങളിലും കാര്യങ്ങളിലും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളെയാണ് മക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളെ മക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്ന കാലത്ത് നമ്മൾ മക്കളെ കൂട്ടി ഒന്നിച്ച് നിർത്തി അവരുടെ എല്ലാ പഠന സംവിധാനങ്ങളും ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് ദീനീബോധത്തോടുകൂടി അവരെ കൊണ്ടുപോകാൻ വേണ്ടി രക്ഷിതാക്കൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും നിങ്ങളും നന്നായിട്ട് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നൊരവസ്ഥ നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാൽ അത് ദുനിയാവിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മക്കളാരും ഈ നമ്മളടക്കം നമ്മളുടെയും രക്ഷിതാക്കളുണ്ടല്ലോ, നമ്മൾക്കുണ്ട് ഉപ്പയും ഉമ്മയൊക്കെ, അവരൊരു കാരണവശാലും നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. നമ്മൾക്ക് അവരോട് നിർവഹിക്കേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്. അത് നിർവഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇതിൻ്റെ ഓരോ ഉത്തരവാദിത്വം വഹിച്ച ആൾക്കാർ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലവും ആയുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരുപാട് ആൾക്കാർ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ കവറുകളൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷയിലേക്ക് ഡോക്ടർ ജലീൽ ഗുൽക്കെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ്റെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ, ഇവിടെ അതിഥികളായി വന്നിട്ടുള്ളത് അവരാണ്. മറ്റ് സഹപ്രവർത്തകരെ, നമ്മളിന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ള കാര്യം, ഹിഫ്ളുൽ ഖുർആനിൽ നിന്ന് 2 കുട്ടികൾ ഇന്ന് ഖുർആൻ പൂർത്തീകരിക്കുകയാണ്. അതിൽ പങ്കുകൊള്ളാനും അതുപോലെ തന്നെ പ്രധാനമായും ഇവിടെ നടക്കാനിരിക്കുന്ന ഒരു ക്ലാസ് ബഹുമാനപ്പെട്ട സുബൈർ സലഫി കുടുംബം ഖുർആൻ്റെ തണൽ എന്ന വിഷയത്തെപ്പറ്റി ഇവിടെ സംസാരിക്കുന്നതാണ്. അത് വളരെയധികം എല്ലാവർക്കും നല്ല ഗുണം ചെയ്യുന്ന ഒരു രീതിയിൽ എല്ലാവരും സശ്രദ്ധം കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സുബൈർ സലഫിയെ ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു ثم ഹദാ അഹ്മദുഹു അലാ മാ അർശദ വഹദാ وأشكره على ما سد وأعطى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده المجتبى ونبيه المصطفى ورسوله المرتضى صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبع هديهم واقتفى. أما بعد فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ദാറുൽ ഫുർഖാനിൻ്റെ ഈ മഹത്തരമായ 2 ഹാഫിളീങ്ങൾക്കുള്ള ആദരവ് അറിയിക്കുന്ന ഈ സദസ്സും വൈജ്ഞാനികമായ ഒരു ചർച്ചയുമൊക്കെ നടക്കുന്ന അള്ളാഹുവിൻ്റെ പള്ളിയിൽ
വെള്ളിയാഴ്ചയുടെ ഈ അവസാന സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു വേളയിൽ നമ്മുടെ ഈ സദസ്സിൻ്റെ എല്ലാ ഹൈറും ബറക്കത്തും ഫദലും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വളരെയേറെ സന്തോഷകരമായ ഒരു കുടുംബത്തിലെ ഏതൊരംഗത്തിനും സന്തോഷിക്കാൻ വകുപ്പുള്ള, കുടുംബത്തിലൊരു ഹാഫിദ് ഉണ്ടാവുക എന്ന ഏറ്റവും സന്തോഷകരമായൊരു വാർത്തക്ക് കാരണമാകുന്ന രൂപത്തിൽ ഈ മക്കളെ ഈ രൂപത്തിൽ തർബീയത്ത് നടത്തിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരെ ഈ രൂപത്തിലേക്ക് പരിശീലിപ്പിച്ച് പഠിച്ച് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകി അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മെൻറ്റേഴ്സായിട്ടുള്ള അധ്യാപകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഓരോ നന്മകളും പ്രതിഫലവും നൽകുമാറാകട്ടെ. ഒന്ന് ചെറുപുഴയിലുള്ള ഇസ്മായിൽ സാഹിബിൻ്റെ മകൻ മിദിലാജ് ബിൻ ഇസ്മായിൽ, മറ്റൊന്ന് ചിറ്റാരിപ്പറമ്പിലുള്ള ഫിറോസ് സാഹിബിൻ്റെ മകൻ നിഫാൽ ഫിറോസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഏറെ സന്തോഷകരമായ ഒട്ടനേകം അനുഭവങ്ങൾ ലഭിക്കുന്നൊരു സുന്ദരമായ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ തണലിൽ ഒരു കുടുംബം എന്ത്, എങ്ങനെ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ഓർത്തെടുക്കേണ്ടുന്ന ഒരു ചരിത്ര സത്യമുണ്ട്. സകല പ്രവാചകന്മാരും ലോകത്ത് വന്ന് പ്രവാചകന്മാർ കുടുംബം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഇണയുടെ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത്. ആ ഇണ ഒരു പെണ്ണാണ്. ആണിന് പെണ്ണാണ് ഇണ, പെണ്ണിന് ആണാണ് ഇണ. ആണിനാണും പെണ്ണിന് പെണ്ണും ഇണ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആണും പെണ്ണും വേണമെന്നില്ല, മനുഷ്യരാവണമെന്നില്ല, മൃഗങ്ങളാവാം എന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം. പക്ഷെ അള്ളാഹുവിൻ്റെ ഖുർആൻ ആദം നബി അലൈഹിസ്സലാമിനോടും അവിടുത്തെ ഇണയോടും പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? യാ ബനീ ആദം. മറ്റു പല പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനും ഒരു ഇണയുണ്ട്. മറ്റൊരായത്തിൽ കാണാം എല്ലാ അമ്പിയാക്കന്മാരും അവർ ഇണകളായി, അവരുടെ കുടുംബമായി, മക്കളായി, പേരമക്കളായിട്ടാണ് ജീവിക്കുന്നത്. ഒറ്റയായ ജീവിതമില്ല. വിവാഹം വേണ്ട എന്ന കാഴ്ചപ്പാട് ഇസ്ലാം എവിടെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. വൈവാഹിക രംഗത്തിനുള്ള വലിയ പ്രാധാന്യം, കുടുംബത്തിനുള്ള വലിയ പ്രാധാന്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ആ ജീവിതത്തിലൂടെ, വിവാഹ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ മനുഷ്യരിൽ മൊത്തത്തിൽ ഉണ്ടാകേണ്ടുന്നതൊരു സമാധാന ജീവിതമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സൂര്യനും ചന്ദ്രനൊക്കെ ദൃഷ്ടാന്ത. സൂറത്ത് റൂം ഇങ്ങനെ വായിച്ചു നോക്കി നിങ്ങൾ. സൂര്യൻ ഒരു ദൃഷ്ടാന്തമാണ്, ചന്ദ്രൻ ഒരു ദൃഷ്ടാന്തമാണ്, രാപ്പകലുകൾ ദൃഷ്ടാന്തമാണ്. അങ്ങനെ ഓരോന്ന് എണ്ണിപ്പറയുന്നതിന് ഇടയിലെ പറഞ്ഞത് മനുഷ്യൻ ഇണകളായി സംവിധാനിക്കപ്പെട്ടത് അള്ളാന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ്. എന്തിനാണ് ഈ ഇണ എന്ന തത്വം? എന്തിനാണ്? ലിതസ്കുനൂ ഇലൈഹ. ഒരാണ് ഒരു പെണ്ണിലൂടെ സമാധാന ജീവിതം കണ്ടെത്താൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ ശരീരത്തിനും അവൻ്റെ മനസ്സിനും വേണ്ടുന്നതെല്ലാം കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു ആ ശരീരം നൽകിയിരിക്കുന്നു, മനസ്സ് നൽകിയിരിക്കുന്നു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഈ രണ്ട് ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേകമായ അനുരാഗവും സ്നേഹവും അള്ളാഹു മനുഷ്യന്മാരായ നമുക്കിട്ട് തന്നു. ഈ മവദ്ദത്തും റഹ്മത്തും എന്ന് നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെടുന്നുവോ കുടുംബ കലഹങ്ങൾ ആരംഭിക്കുകയായി. പിന്നീട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടക്കുകളായി. പിന്നീട് മാന്യമായ സംസാരങ്ങൾ നഷ്ടപ്പെട്ടു. കുടുംബജീവിതത്തിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് കയറി വരുന്നത് പോലും ദുരന്തമായി മാറാൻ തുടങ്ങി.
ആയതിനാൽ ഇവിടെയാണ് ഇസ്ലാം നിശ്ചയിക്കുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വമാണ് പറയുന്നത്. ഈ ഖുർആൻ നിങ്ങളുടെ ഏത് കാര്യത്തിനും പരിഹാരം നിർദ്ദേശിക്കുന്ന ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളെ, മനുഷ്യരെ ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തും. ആ ഗ്രന്ഥത്തിനകത്ത് നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാൻ തയ്യാറാണോ? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം, പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഒട്ടനേകം സന്ദേശങ്ങൾ. അവിടെ നോക്കൂ നിങ്ങൾ, വിവാഹമാകുന്ന ജീവിതത്തെക്കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആ കരാറ് പോലും ചെറിയ ഒരു വാക്കല്ല, വെറുതെ എഴുതി ഒപ്പിടുന്നൊരു പേപ്പറല്ല. വഅഖദിന മിൻകും മീസാഖൻ ഗലീദാ, ഒരു ശക്തമായ കരാറാണ്. ഇതുവരെ ഹലാലാവാത്ത ഒരു ആണിനെ പെണ്ണിനെ പരസ്പരം ഹലാലാക്കുന്നത് ആ ജനങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് സാക്ഷികൾ മുഖാന്തിരം ബിസ്മി ചൊല്ലിക്കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു കരാറാണ്. ആ കരാർ ഇനി വലിയ ബാധ്യതകളിൽ അവനെ കൊണ്ടെത്തിക്കുകയാണ്. അവൻ്റെ ഇണയോട്, അവൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് ബാധ്യതകളുണ്ട് എന്നവനെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം കാണാൻ സാധിക്കും. ഈ ഏതേത് കുടുംബമാണെങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഇസ്ലാമിക മര്യാദകൾ പാലിക്കാനും വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കുകയും വേണം. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നിൽക്കണോ? നമ്മുടെ ബാപ്പ, ഉമ്മ, പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരിൽ നിന്ന് കൺകുളിർമ കിട്ടണോ? അള്ളാഹുവിനെ അനുസരിക്കുന്ന, റസൂലിനെ പിൻപറ്റുന്ന ഒരു കുടുംബം നമ്മുടെ നാട്ടിൽ വേണം. കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ഉത്തരവാദിത്വമുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ചുമതലകളും ഉത്തരവാദിത്വങ്ങളുമുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞല്ലോ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, നീ നിന്റെ കുടുംബത്തിൽ നിസ്കാരം കൽപ്പിക്കണം. അല്ലാഹുവിൻ്റെ കൽപ്പനയാണിത്. ആ കൽപ്പന നിന്റെ കുടുംബത്തിലുള്ളവരോട് നമസ്കാരം ശരിപ്പെടുത്താൻ പറയണം. വസ്തബിർ അലൈഹ, അതിൽ നന്നായി ക്ഷമിക്കാൻ പറയണം. രാവിലെ എണീക്കാൻ ചില പ്രയാസമൊക്കെ ഉണ്ടാവും, സുബഹി പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. പകൽ ജോലി തിരക്കുണ്ടാകും, നമസ്കാരത്തിൽ വിട്ടുവീഴ്ചക്കില്ല. ഏതേത് കാര്യമെടുത്താലും അവന് നമസ്കാരത്തിന് ഇളവ് കൊടുക്കുന്നില്ല. യാത്രക്കാരന് പോലും നമസ്കാരം ഒഴിവാക്കാനുള്ള വകുപ്പില്ല, ജമ്മും ഖസ്റിനുമുള്ള വകുപ്പാണ് കൊടുത്തത്. ഇതെന്തുകൊണ്ടാണ്? മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകണം. ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടണം. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? നമ്മുടെ കുടുംബം വിവാഹം കഴിക്കുന്നതിലൂടെ പുതിയ ഇണയായി നമ്മുടെ ജീവിതത്തിൽ വരുന്നു, പിന്നീട് മക്കളാകുന്നു, പേരമക്കളാകുന്നു. ഈ ജീവിതത്തിലൂടെ നമുക്ക് എന്താണ് നേടാൻ കഴിയേണ്ടത്? നരകത്തിൽ നിന്നുള്ള എല്ലാ നിലക്കുമുള്ള മോചനം നമുക്ക് ആവശ്യമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അള്ളാഹു നിങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ തന്നിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന, ആ ഇണകളിൽ നിന്ന് മക്കളെ തന്നിരിക്കുന്നു. വഹഫദ, പിന്നെ മക്കളുടെ മക്കൾ, പേരക്കിടാങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വറസഖക്കും മിന ത്വയ്യിബാത്തി, ഏറ്റവും ത്വയ്യിബാത്തായ വിശിഷ്ടമായത് റിസ്ഖാക്കി തന്നിരിക്കുന്നു. അഫബിൽ ബാത്തിൽ യുഅ്മിനൂൻ വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിഷേധിക്കണോ? ഇവിടെ മക്കളില്ലാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ദമ്പതികളുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അള്ളാഹു നമുക്ക് 1, 2, 3, 4 ഒക്കെ മക്കളെ തന്നു. നമ്മൾ ഈ മുതിർന്നു നിൽക്കുന്ന രക്ഷിതാക്കൾ ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ എത്രാമത്തെ മക്കളാണെന്ന് ആലോചിച്ച് നോക്കി. പണ്ട് 7, 8, 9, 10 ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. ഇന്ന് അതിൽ നിന്ന് മാറി ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എനിക്ക് പടച്ചവൻ തന്ന നിഅമത്തിനെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. ഈ മക്കളിലൂടെ എനിക്ക് എത്ര മക്കളാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് ഒരു കൺകുളിർമയാണ്, ഒരു സമാധാനം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഇണകളിലൂടെ, ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. ഞങ്ങളെ മുത്തഖീങ്ങളാക്കണം എന്നല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ.
കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റിത്തരണം എന്നാണ് പ്രാർത്ഥന. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ നൽകുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ഉന്നതമായ മഹത്തരമായ മാതൃകകൾ പലതും പഠിക്കാനുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായി കാണാൻ സാധിക്കും, ഖുർആൻ എവിടെയും ഭാര്യ ഭർത്താവ് എന്ന് പ്രയോഗിച്ചില്ല. ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം സൗജ്, സൗജൈനി, അസ്വാജ് എന്നാണ് പ്രയോഗിച്ചത്. ഇണയും തുണയും എന്ന സംവിധാനമാണ് പഠിപ്പിച്ചത്. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇണയും തുണയുമായിട്ടാണോ പെരുമാറുള്ളത്? അവളുടെ വിഷമം നമ്മുടെ വിഷമമായി മാറാറുണ്ടോ? നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കച്ചവട തിരക്കുകളും ജോലി തിരക്കും സങ്കടങ്ങളൊക്കെ അവൾക്കൊരു വിഷമമായിട്ട് മാറാറുണ്ടോ? ഇണയും തുണയുമായുള്ള ജീവിതത്തെ ഇസ്ലാം ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും നല്ല ആ നിലക്ക് പരസ്പരം ചില ബാധ്യതകളെ ഓർമ്മപ്പെടുത്തുക ചെയ്തത്. ആരും ഭരിക്കാൻ പോകേണ്ടതില്ല, മറിച്ച് ബാധ്യതകൾ നിർവഹിക്കുക. ഫസ്സാലിഹാത്ത് ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സൂറത്തുൻ നിസായിൽ പഠിപ്പിക്കുകയാണ്, ഒരു ഭാര്യന്റെ ചുമതല ഫസ്സാലിഹാത്തു, സൽക്കർമ്മകാരിയായ ഒരു പെണ്ണ്, ഖാനിതാത്തുൻ, അവൾ അനുസരണയുള്ളവളായിരിക്കും. ഒരു ഭർത്താവ് എന്ന നിലക്ക് ആ മനുഷ്യൻ എന്ത് ജോലിയാണെങ്കിലും, ജോലി ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഭർത്താവ് എന്ന പരിഗണനയുണ്ടാവണം, അനുസരിക്കുന്നവനാകണം, അനുസരിക്കുന്ന പെണ്ണാകണം. ഹാഫിളാത്തുൻ ലിൽ ഗൈബി, അസാന്നിധ്യത്തിൽ സംരക്ഷിക്കുന്നവളാകണം. ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹ് സംരക്ഷിക്കാൻ പറഞ്ഞതൊക്കെ. ഭർത്താവില്ലെങ്കിലും ഭർത്താവിന് അവകാശപ്പെട്ട അവകാശങ്ങൾ ഒരെണ്ണവും നിഷേധിക്കപ്പെടാൻ പാടില്ല, അതിനെ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നമ്മളോടൊക്കെ രേഖപ്പെടുത്തി പറഞ്ഞല്ലോ, ലൈംഗികമായ വിശുദ്ധി സൂക്ഷിക്കുന്നവരായിരിക്കണം മുഅ്മിനീങ്ങൾ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുന്നവരായിരിക്കണം. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ വാക്കിന്റെ അടുത്തെന്താ അറിയോ? എങ്ങനെയൊക്കെയാ സൂക്ഷിക്കേണ്ടത്? ഇല്ല അലാ അസ്വാജിഹിം, ഇണകളോടൊത്ത് മാത്രമേ അത് പാടുള്ളൂ. ഔമാ മലക്കത്ത് ഐമാനുഹും, വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരോടും. എന്നിട്ട് പറഞ്ഞു, ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, ഇതിനപ്പുറമുള്ളതെല്ലാം അതിരുവിട്ടവരാണ്. സഹോദരങ്ങളെ, ഇന്ന് ലൈംഗിക രംഗത്തുണ്ടാകുന്ന ഏറ്റവും പ്രയാസകരമായ സംഭവങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ സ്വയംഭോഗം, എത്രയോ ചെറിയ മക്കൾ, യുവാക്കൾ, എന്തിന് വിവാഹിതരെ വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അവിഹിത ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നോർമലായി മാറിക്കൊണ്ടേ പോലെയാണ്. അവിഹിത ബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വന്ന് പേരൊക്കെ ഒന്നങ്ങ് മാറ്റിട്ട് കൊടുത്തു. ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത്, അല്ലേ? പലയിടത്തും പല പ്രശ്നങ്ങളെയും പ്രതികളെയും പിടിക്കപ്പെടുന്നു. എന്നിട്ട് പറയും പെൺ സുഹൃത്ത് ഒളിവിലാണ്. ആരാണവർ? അവർ അവിഹിതമാണ്. അതിൻ്റെ വാക്കിൻ്റെ പേരാണ് അവിഹിതം. ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത് എന്ന ഓമന പേരിട്ട് വിളിച്ചെന്ന് നോർമലാക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്വവർഗരതി പെരുകിക്കൊണ്ടിരിക്കുക. ആണ് ആണിൻ്റെ പിന്നാലെ നടക്കുക, പെണ്ണ് പെണ്ണിൻ്റെ കൂടെ കല്യാണം, എന്നിട്ട് അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുക, അവർക്ക് പൂമാലിട്ട് സ്വീകരണം കൊടുക്കുക. അവരെ ആരെങ്കിലും എതിർത്ത് കമന്റ് ചെയ്താൽ അവൻ മോശക്കാരനായി മാറുക, അല്ലേ? കുറ്റിപ്പുറം ഭാഗത്തിൻ്റെ ഒരു ജോഡിയായിട്ട് ഒരാണും പാടെ നടക്കുന്നുണ്ട്. എന്നിട്ട് സാരി എടുത്ത് ഇങ്ങനെ നടക്കും, മേക്കപ്പൊക്കെ ഇട്ട് പെണ്ണിൻ്റെതായ എല്ലാ കോലും കെട്ടി നടക്കുക. ആരെങ്കിലും അവരെ ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ അവരൊന്നും ഈ നൂറ്റാണ്ടിന് പറ്റാത്തവരായി മുദ്ര കുത്തപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങിപ്പോവുകയാണ്, എനിക്ക് അവളുടെ കൂടെ ജീവിക്കണം, അവർ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കണം, ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന പുതിയ കാലഘട്ടം ഇതിൻ്റെ ഗണത്തില. അള്ളാഹുവിൻ്റെ കൽപ്പനൻ്റെ പുറത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇസ്ലാം ഈ രംഗത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന വിധിവിലക്കുകൾ എത്രത്തോളം ഇന്ന് കാലിക പ്രസക്തമാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മനുഷ്യ, നിങ്ങൾ നിങ്ങളുടെ ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് ധർമ്മമാണ്, പുണ്യമാണ്. ആലോചിച്ചോക്കെ, മനസ്സിന് ആവശ്യമുള്ളതുപോലെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഒരു പെണ്ണ് ആണിനോട് സഹകരിക്കണം, ഒരാട് പെണ്ണിനോട് സഹകരിക്കണം, ഇണകൾ തമ്മിൽ. അതുമാത്രമല്ല പഠിപ്പിച്ചിരിക്കുന്നത്,
അവിടുന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, നിങ്ങൾ റമദാനുമായി നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ആയത്ത് പഠിപ്പിച്ചു. ഉഹില്ല ലക്കും ലൈലത്തസ്സിയാമിർ റഫതു ഇലാ നിസായിക്കും. റമദാനിന്റെ നോമ്പിന്റെ രാത്രികളിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള റഫത്ത് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ആരൊക്കെ പരാജയപ്പെടുന്നോ അയാളുടെ കുടുംബത്തിൽ, ജോലി ചെയ്യുന്നിടത്ത്, അയാളുടെ വ്യക്തിത്വത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ എല്ലാം അയാൾക്ക് പ്രയാസങ്ങളുണ്ടാക്കും. എന്തിനേറെ പറയുന്നു, വിവാഹിതരായ പ്രായമെത്തിയ ആളുകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നമ്മളോട് പലരും തുറന്നു പറയാറുണ്ട്. പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് ഭർത്താവായ 70 വയസ്സുകാരൻ പറയും, അവളുടെ അടുത്തൊന്ന് ഇരിക്കാൻ പോലും അവൾ സമ്മതിക്കില്ല, അവളെ തൊടാൻ സമ്മതിക്കില്ല, അവളുടെ കൂടെ കിടക്കാൻ അവൾ സമ്മതിക്കില്ല. എങ്ങാനും അവളുടെ അടുത്ത് പോയി ഇരുന്ന് തൊട്ടാൽ അവൾ പറയും, വയസ്സായി എന്നുള്ള ഓർമ്മയില്ലേ, മാറി നിൽക്കി. ആര് പഠിപ്പിച്ചു ഇത്? ആര് പറഞ്ഞു അകലാൻ? ആര് പറഞ്ഞു ഇനി തൊടാൻ പാടില്ലെന്ന്? സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ ബന്ധമാണെങ്കിൽ ആ പ്രശ്നം വരൂല. 81 വയസ്സുള്ള വൃദ്ധനായ ഒരു വല്ലിപ്പ മരിച്ചു. ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ടല്ലോ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. 81 വയസ്സുള്ള വല്ലിപ്പ മരിച്ച അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, എൻ്റെ ഭർത്താവ് മരിച്ചു. അദ്ദേഹം വലിയ അശുദ്ധിയോടെയാണ് മരിച്ചത്, ജനാപത്തുകാരനാണ്. അദ്ദേഹത്തെ കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഇതാണ് ഇസ്ലാമിലെ ദാമ്പത്യം. പരസ്പരം ഒട്ടിണങ്ങി ജീവിക്കുന്ന മനസ്സും ശരീരവും അതിൻ്റെ ചൂരും ചൂടും പങ്കുവെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് മരിക്കുന്ന ദാമ്പത്യമാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. അവസാന നിമിഷത്തിലും തൻ്റെ ഇണകളുമൊത്തുള്ള ജീവിതം പങ്കുവെച്ച് പഠിപ്പിച്ചിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്ത് നിന്ന് ശറഫാക്കപ്പെട്ട ആ മനുഷ്യർ ഈ ലോകത്തുനിന്ന് പോയി പഠിപ്പിച്ചത് നമുക്ക്. ഇവിടെയാണ് ഇസ്ലാം ഉന്നയിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ തണൽ. ദാമ്പത്യ ജീവിതം മനോഹരമായില്ലെങ്കിൽ അവിടെ വളരുന്ന മക്കൾ തീർത്തും അക്രമകാരികളായി വരാൻ സാധ്യതയുണ്ട്. മക്കൾ നന്നാവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മക്കളെ ദാറുൽ ഫുർഖാനിലെത്തിക്കലല്ല, പള്ളിയിലെത്തിക്കലല്ല. ഒരു മകനും മകളും നന്നാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു നല്ല ഭർത്താവുക, നല്ലൊരു ഭാര്യയാവുക. ബാപ്പയും ഉമ്മയും നന്നാവാതെ മക്കൾ നന്നാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ളയാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ്. ഇബ്രാഹിം നബിക്ക് ഒരു മകനും ഒരു മകളുമില്ല. സന്താനമില്ലാത്ത കാലത്ത് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളിൽ നിന്നുള്ള സന്താനം തരണേ. സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ കാലങ്ങളോളം വല്ലാതെ പ്രയാസപ്പെട്ട് വിഷമിച്ച് പ്രാർത്ഥിച്ചയാളാം. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, വിശിഷ്ടമായ ഗുണങ്ങളൊത്ത മകനെ മകളെ തരണേ എന്നാ പ്രാർത്ഥിച്ചത്. ആ ഇണകളുള്ള ബന്ധവും അതുകൊണ്ട് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്ത മക്കളാരാ? ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി. സക്കരിയ നബിക്ക് ആരെയാ കിട്ടിയത്? യഹ്യാ നബിനെ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ എത്രമാത്രം കണിശമായ ഇസ്ലാമികമായ മൂല്യങ്ങൾ പാലിച്ച് അവരൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ പുതിയ കാലഘട്ടത്തിൽ നന്നാവാൻ ഒന്നാമത്തെ കടമ്പ നമ്മൾ രക്ഷിതാക്കൾ നന്നാവലാണ്. ഞാൻ LP സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് പോകും. അപ്പോൾ രക്ഷിതാക്കളോട് ചോദിക്കും, ഇന്നാരൊക്കെ ഉണ്ട്, ഉമ്മ ഉപ്പ നിങ്ങളാരൊക്കെ മക്കളെ കിസ് ചെയ്തോലെ എത്ര പേരുണ്ട്? അവർ 80-90 അങ്ങനെ പോകും. അന്ന് കിസ് ചെയ്യുന്ന സമയമാണല്ലോ, LP UP പ്രായമല്ലേ. ഒരു ഹൈസ്കൂളിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കണം, ഇന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തവർ എത്ര പേരുണ്ട് നിങ്ങൾ ചോദിച്ചാൽ കൈകൾ ഇങ്ങനെ ഒരു 10-20 കൈ ഇങ്ങനെ പൊന്തും. +2 പോയിട്ട് ഞാൻ ചോദിക്കും ദേ ചോദ്യം, നിങ്ങളുടെ മക്കളെ കിസ് ചെയ്തവരും ചുംബിച്ചവരും കെട്ടിപ്പിടിച്ചവരും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരെണ്ണം പൊക്കണ്ടാവില്ല, ഒരെണ്ണം. കാരണം അപ്പോഴത്തേക്കും നമ്മൾ എവിടേക്കെയോ അകന്നുപോയി. എന്നിട്ട് മക്കൾ ചിലരൊക്കെ പറയാണ്, ഈ അടുത്ത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കുട്ടിനെ എക്സൈസുകാർ പിടിച്ച സമയത്ത് അന്ന് പിടിച്ച കഞ്ചാവിൻ്റെ ഇല അല്ലെങ്കിൽ ആ സാധനം എത്ര കാലമായി നീ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ 1.5 കൊല്ലമായി തുടങ്ങിയിട്ട് എന്നാണ് വീട്ടിലറിയണത്. തൻ്റെ കുട്ടിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണെന്ന് പോലും വീട്ടിൽ രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല.
ലഹരി അതിൻ്റെ മാരകമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കുട്ടി എപ്പോഴാണ് ലഹരിയിലേക്ക് ചെന്ന് ചാടുന്നത് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇസ്ലാം അത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് പഠിപ്പിച്ചെന്നല്ലോ. റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ റിജ്സാണ്, മിളച്ചതയാണ്. അതുകൊണ്ട് കുട്ടികൾ പോകാനുള്ള കാര്യം, അപ്പോൾ ഈ ഒരു സമയത്ത് രക്ഷിതാക്കൾ അറിയേണ്ട കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞു പോവുക. കുട്ടികൾ ലഹരിയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ സ്ട്രെസ്സുകൾ, ടെൻഷൻ, പിരിമുറുക്കം മാറാൻ വേണ്ടിയാണ് അവരോട് പരിചയപ്പെടുത്തുന്നത്. ടെൻഷനാണ് നമുക്ക് ഈ സാധനം തൊട്ടോക്ക്. 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പിള്ളേരൊക്കെ ഒന്നൊരു A+ കിട്ടാൻ വേണ്ടി രക്ഷിതാവിൻ്റെ പ്രഷർ, സ്കൂളിൻ്റെ പ്രഷർ, ട്യൂഷൻ്റെ പ്രഷർ, ഇതെല്ലാം കൂടി ഇങ്ങനെ തലേ കയറ്റുമ്പോൾ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, ഇതങ്ങോട്ട് വെച്ചാൽ മോനെ പിന്നെ പഠിപ്പിക്കും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്. കുട്ടിക്കും തന്നെ റിസൾട്ട് കിട്ടിയാൽ മതി, എന്തുപയോഗിച്ചാലും വേണ്ടില്ല എന്നുള്ള പേടി അവൻ തുടങ്ങുന്നു. എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീൻ്റെ അവിടെ മാതാക്കളൊക്കെ ഉണ്ടല്ലോ, ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് ലഹരി കൊണ്ടുവന്നത് എപ്പോഴാണെന്നറിയോ? അവളുടെ മെൻസസ് പീരീഡിൽ ശക്തമായ വയറുവേദനയും ക്ഷീണവും. ഫ്രണ്ട് പറഞ്ഞു, ഇതെനിക്കുള്ളതാണ്, ഇതെനിക്കിടക്ക് ഉണ്ടാവാറുണ്ട്, ഞാൻ ഈ മരുന്നാണ് കഴിക്കൽ, ഇതൊന്ന് കഴിച്ചോക്ക്. അവൾക്കൊരു മരുന്നെടുത്തു, അവൾ ആ പ്രശ്നം തീർന്നു. അടുത്ത മാസമായപ്പോൾ വീണ്ടും അവൾ പറഞ്ഞു, എനിക്കെപ്പോഴും പ്രയാസം, ഇത് കഴിച്ചാൽ മതി മോളെ, ഇത് ഇത്ര സിമ്പിൾ സാധന. ഒരു ഗുളിക കൊടുക്കും. സ്വന്തം ഫ്രണ്ട് കൊടുത്ത ആ ഗുളികയിൽ നിന്ന്, ഗുളിക ശരിക്കും പറഞ്ഞ ലഹരിയായിരുന്നു, അവിടുന്ന് തുടങ്ങിയതാണ്. അതിന് പിന്നെ വേർഷൻ മാറി മാറി വരിക. സിന്തറ്റിക് ലഹരി ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതിലൊന്ന് കൈമുക്കിയിട്ട് ഒരു തുള്ളി വെള്ളത്തിൽ അങ്ങ് വെച്ച് ആ വെള്ളം കുടിക്കാൻ തന്നാൽ നമ്മൾ കുടിച്ചാൽ മതി, നമ്മളിലേക്ക് എത്തും. അതാണ് ഇപ്പോൾ അടുത്ത് കണ്ടത്. ഭക്ഷണത്തിൽ ലഹരി കൊടുത്തു, അയാൾ അറിഞ്ഞില്ല. ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് കുട്ടിൻ്റെ അമ്മ ആകെ ഞെട്ടിപ്പോയത്. ഇപ്പോഴെങ്ങനെ ഗർഭിണിയായി? കുട്ടി പോലും അറിഞ്ഞിട്ടില്ല, കുട്ടി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ കുട്ടിയുടെ ഫ്രണ്ട് എന്ന് വിളിക്കുന്ന വിശ്വസ്തനായ ആൺ സുഹൃത്ത് ഭക്ഷണത്തിൽ ജ്യൂസിൽ കൊടുത്തൊരു സാധനം ചേർത്ത് അവനക്ക് വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല. രക്ഷിതാക്കളെ, നമ്മൾ നമ്മുടെ കുട്ടിനെ നന്നായി ഒന്ന് കെയർ ചെയ്യണം, സ്നേഹം പങ്കുവെക്കണം, സംസാരിക്കണം. എത്രയെത്ര ലളിതമായ ശൈലികൾ വിശുദ്ധ ഖുർആനിലൂടെ കാണാം. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനെ വിളിച്ചു പറയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ശിർക്ക് ചെയ്യരുത്, ഭയങ്കരമായ അക്രമമാണ്. യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നിസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വൻഹാനിൽ മുൻകരി, തിന്മ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിക്കുന്നതിൽ നീ ക്ഷമിക്കണം. ഇതൊക്കെ കുട്ടികളോട് എപ്പോഴും വാപ്പ പറയാ, തൻ്റെ കയ്യിൽ ഇങ്ങനെ കിട്ടുന്ന കാലത്ത് പഠിപ്പിച്ചു കൊടുക്കണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ വിളിക്കുകയാണ്. എപ്പോ പ്രളയം വന്ന് നാട് നശിപ്പിക്കാൻ പോകുന്നുള്ള മുന്നറിയിപ്പ് വന്നപ്പോൾ മകൻ വിളിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, ഞങ്ങളുടെ കൂടെ ഈ കപ്പലിലേക്ക് മോനെ നീ കയറി വാ. വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിലായി മാറരുത്. മോൻ അന്ന് വിളിച്ചു സ്നേഹത്തോടെ. മകൻ പറഞ്ഞു, വാപ്പാൻ്റെ തൗഹീദ് ഇസ്ലാമൊക്കെ ഇട്ട് പോയാൽ മതി, എനിക്ക് കപ്പലൊന്നും ആവശ്യമില്ല, ഞാൻ മരത്തിൻ്റെ മുകളിലോ മലയുടെ മുകളിലോ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം. ധിക്കാരത്തിൻ്റെ മകനായി പ്രവാചകൻ്റെ മകൻ പോലും മാറിയിട്ടുണ്ട്. ഭാര്യമാര് നശിപ്പിക്കപ്പെട്ട, ഭാര്യമാര് നാശകരമായി പ്രവർത്തിച്ച അമ്പിയാക്കന്മാരുടെ ഭാര്യമാരുണ്ട്. വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്ത് നബിന്റെ ഭാര്യ, നൂഹ് നബിന്റെ ഭാര്യ കാഫിരീങ്ങൾക്ക് മാതൃകയാണ്. അങ്ങനെ ഉണ്ടാവില്ല. ചില ഭർത്താക്കന്മാർ എപ്പോഴും പള്ളിയും ദീനവും നിസ്കാരങ്ങളൊക്കെ ഇട്ട് പോവും. ഭാര്യമാരങ്ങനെ മറ്റുള്ള വേറെ ചില കാര്യങ്ങളായിട്ട് അവരങ്ങനെ പോകുന്നതാണോ? ഇവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഭാര്യമാരോട് പറ്റി പറയാണ്, കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ, നല്ല രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ. ഫഖാനതാഹുമാ, അവരെ രണ്ടുപേരെയും വഞ്ചിച്ചു. അവർ നരകക്കാരാണ്. എന്നാൽ ഒരു കാരണം പറയാണ്, ഭർത്താവ് മോശക്കാരനായ ഒരാൾ അവരുടെ ഭാര്യ നന്നായി ജീവിച്ചപ്പോ സ്വർഗാവകാശികളിൽ രേഖപ്പെടുത്തപ്പെട്ടു. ആരാ? ഫിർഔനിന്റെ ഭാര്യ. എന്താ പറഞ്ഞ? റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ.
പടച്ചോനെ, ഈ കൊട്ടാരവും ഈ സുഖങ്ങളെക്കാൾ എനിക്ക് വലുത് സ്വർഗത്തിലൊരു ചെറിയ വീട്. ക്രൂരനായ ഒരു ഭർത്താവിൻ്റെ ഇടയിൽ ജീവിച്ചിട്ട് സ്വർഗം മേടിക്കാൻ പറ്റുമെന്നതിൻ്റെ സൂചനയാണ് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം നമ്മളും നമ്മുടെ കുടുംബവും നരകത്തു നിന്ന് രക്ഷപ്പെടണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം, വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിനെയും, എവിടെന്ന് നാറാ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. എന്തിനാ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം? ആ നരകം സഹിക്കാൻ കഴിയൂല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്, കഠിനന്മാരായ മലക്കുകളാണ് അവിടെ. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകമാണ്. ആ നരകത്തുനിന്ന് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണം. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ ഇത്തരം തർബിയ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള കാരണം. ഇവിടെ നമ്മുടെ ഈ തളിപ്പറമ്പിൻ്റെ ഈ ഒരു നല്ലൊരു ഭാഗത്ത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്ന സ്കൂൾ ഓഫ് ഖുർആനുണ്ട്. എന്തിനാ? നമ്മുടെ കുട്ടികൾ ചെറുപ്പം പ്രായം മുതൽ ഇസ്ലാമിൻ്റെ ആദാബുകളിലേക്ക് കടന്നു വരണം. ഹൈസ്കൂൾ പ്രായമെത്തുമ്പോൾ അവർക്ക് CRE പോലെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ക്ലാസ്. മദ്രസ സംവിധാനം ഇവിടെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഹിഫ്ദിന്റെ മേഖലയിൽ ദാറുൽ ഫുർഖാനിന്റെ ഏറ്റവും നല്ല സംഭാവനകൾ 38ഓളം കുട്ടികൾ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്കും അവരിലൂടെ നമ്മുടെ സ്ഥാപനത്തിൽ അത്ര വലിയ ക്രെഡിറ്റ് പറ്റാവുന്ന രൂപത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിപുലമായ അറബിക് കോളേജ് അടക്കമുള്ള സംരംഭങ്ങൾ നമ്മുടെ ചിന്തയിലും ആലോചനയിലുമുണ്ട്. നമ്മുടെയൊക്കെ ഒരു സഹായവും ഒരു കൂടിയാലോചനയും നമ്മുടെയൊക്കെ ഒരു നല്ല താല്പര്യവും ഉണ്ടെങ്കിൽ ഇനിയും ഒട്ടേറെ ദീനീ സംരംഭങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മണ്ണിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ബോധത്തോടെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു വേള അവിടെ പഠിച്ച് ഉയർന്നു വരുന്ന മക്കൾ നമുക്ക് നമ്മുടെ ഖബറിലേക്കുള്ള നിധിയാണ്. നമ്മുടെ മക്കൾ ചെറിയ പ്രായമാകുമ്പോൾ 7 വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ മുമ്പിൽ അവരുടെ ഹീറോ പോലെ വാപ്പയാണ്. വാപ്പ ഓട്ടോറിക്ഷ ഓടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മകൻ്റെ മുമ്പിൽ 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ ചിന്തിക്കും, എനിക്കൊരു ഓട്ടോ ഡ്രൈവർ ആകണം. എൻ്റെ വാപ്പാക്ക് എന്ത് സുഖമാണ്, ഏത് സമയത്ത് അങ്ങാടി കൂടെ ബലസായി ഏതെങ്കിലും ബിരിയാണി കട കണ്ട സൈഡാക്കുക, ബിരിയാണി അടിച്ച് പോരാ, ആൾക്കാർ വണ്ടി കയറിയ പൈസ കിട്ടണമെങ്കിൽ എൻ്റെ വാപ്പാക്ക് എന്ത് സുഖമാണ്, അതുകൊണ്ട് എനിക്കൊരു ഓട്ടോ ഡ്രൈവർ ആകണം എന്ന് 8 വയസ്സുള്ള കുട്ടി ചിന്തിക്കും. ഒരു ഉസ്താദിൻ്റെ മോനാണെങ്കിൽ 8 വയസ്സാകുമ്പോൾ ഓനിങ്ങനെ ചിന്തിക്കും, ഞാൻ വാപ്പാൻ്റെ മാതിരി നല്ലൊരു ഉസ്താദാകണം, ആഫിളാകണം. അതെന്ത് നല്ല 3 നേരം നല്ല മട്ടനും ഇറച്ചിയും ബീഫും കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. പിന്നെ വസ്ത്രമൊക്കെ പലതാരും പലരും കൊടുക്കും, അത്ര കിട്ടുന്നുണ്ട്. പിന്നെ ആളിങ്ങനെ വൈകുന്നേരം ചായ കുടിച്ചിറങ്ങുമ്പോൾ നാട്ടുകാരൊക്കെ മൂപ്പരെ കാണുമ്പോൾ എണീറ്റിക്കുന്നുണ്ട്. എന്തല്ലേ എല്ലാം വേണ്ടതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മൂപ്പരിങ്ങനെ മനസ്സിൽ വാപ്പാനിങ്ങനെ ചിന്തിക്കും. 13 വയസ്സാകുമ്പോൾ ഇതുവരെ കണ്ട ഹീറോനെ മൂപ്പര് കുട്ടി 0 ആയി കാണും. എന്തൊരു ഓട്ടോറിക്ഷ, അതൊക്കെ ഒരു കാലത്തിന് പറ്റുമോ? അവൻ തിരിച്ചടിക്കും. ഉസ്താദിൻ്റെ മോനെ 13ാമത്തെ വയസ്സിൽ പറയും, ഹെറു നിസ്കാരം നോമ്പല്ലാതെ മൂപ്പർക്ക് എന്ത് പരിപാടിയുള്ളത്, ഇതൊക്കെ ഒരു കാലം തിരിയാത്ത മനുഷ്യൻ, ഇയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. കാരണം അവൻ വേറൊന്ന് അവൻ്റെ തലയിൽ ചിന്തയിൽ കയറി വരാൻ തുടങ്ങും. പിന്നെ അവൻ കാണുന്ന കാഴ്ചകളിലൂടെ അവൻ പുതിയൊരു സംരംഭം ഇങ്ങനെ ആലോചിച്ച് തലയിൽ കയറാൻ തുടങ്ങും. അതിനിടയിലാണ് നമ്മുടെ മക്കൾക്ക് നല്ല ചില നേരനുഭവങ്ങളിലൂടെ ഇത്തരം സംവിധാനങ്ങളും സംരംഭങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു. ആ മക്കൾ, ഞാൻ ഒന്നുകൂടെ വിഷമത്തോടെ പറയാണ്, എത്രയോ മക്കളെ ഹാഫിളിങ്ങളാക്കിയ സ്ഥാപനങ്ങളിലൊക്കെ നമ്മളും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരങ്ങനെ ഹിഫ്ള് കഴിഞ്ഞ് അങ്ങോട്ട് പോയി എന്നതിനപ്പുറത്ത് ഒരു പള്ളിയിൽ ഇമാമ് നിൽക്കുന്നിടത്തോ, ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നിടത്തോ, എന്തിന് വീട്ടിലൊന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തോ ഒരു ബന്ധവും കാത്തു സൂക്ഷിക്കാതെ പന്ത് കളിയിലും വേറെ ഏതെങ്കിലുമൊക്കെ പരിപാടികളിലും ഓൺലൈൻ വീഡിയോകളിലും നാട്ടിൽ നടക്കുന്ന പലതിലും ഒരുപാട് ഹാഫിളീങ്ങളായ മക്കളെ കണ്ട് അവസാനം ഒരുപാട് സന്തോഷിച്ചവർ പോലും കരഞ്ഞു വന്ന രംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രാർത്ഥന വേണം ഇത്തരത്തിലുള്ള ഷറുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, നമ്മുടെ ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് ഭർത്താക്കന്മാരോട് പറഞ്ഞു, നമ്മുടെ മക്കൾ നന്നാകുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അവരുടെ മാതാപിതാക്കൾ തമ്മിലുള്ള നല്ല ബന്ധമാണെങ്കിൽ, ഒരു ഭർത്താവ് ഒരു വാപ്പ എന്ന നിലക്ക് തൻ്റെ വീട്ടിലുള്ളവരോട് നല്ല പെരുമാറ്റം ഒരു പുരുഷന്റെ ഭാഗത്തുണ്ടാവണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവര് തൻ്റെ വീട്ടിലുള്ള ഇണകളോട് മര്യാദയോടെ പെരുമാറിയിരിക്കണം. ഭാര്യമാരോട് വളരെ മാന്യമായ പെരുമാറ്റം അവർക്കുണ്ടാവണം.
ഹദീസിൽ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ കുടുംബത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അത് പള്ളിയിൽ കുഴപ്പമില്ല, പ്രസ്ഥാനത്തിൽ കുഴപ്പമില്ല, അങ്ങാടിയിലൊന്നും ആരോടും പ്രശ്നമില്ല, വീട്ടിൽ മാത്രമാണ് അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അയാൾ നല്ലൊരു മനുഷ്യനല്ല, അയാൾ നല്ലൊരു മുന്തിയ ഒരാളല്ല. എന്താണ് തൻ്റെ ഭാര്യയോടുള്ള ബാധ്യത? നീ വസ്ത്രം ധരിക്കുമ്പോൾ അവൾക്ക് വസ്ത്രം കൊടുക്കണം, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. വലാ തളിരിബിൽ വജ്ഹ, നീ അവളെ മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ, അവളെ വഷളാക്കരുത്. വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. പ്രിയപ്പെട്ടവരെ, അബൂ സലമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അനുയായിയാണല്ലോ. ഹിജറ പോയി മക്കയിൽ നിന്ന് മദീനയിലേക്ക്. പിന്നീട് കാലം കഴിഞ്ഞ് ഉമ്മു സലമ ബീവി അവിടേക്ക് എത്തി. സലമ എന്ന കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അത് നേരത്തെ പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ. ആ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം വിഷമിച്ചിരുന്ന് കരയുന്ന ഉമ്മു സലമ ബീവിനെ കാണാൻ സാധിക്കും. അവർ പറയുന്നുണ്ട്, ഇദ്ദേഹത്തെക്കാൾ മാന്യനായ ഒരു നല്ല ഇണയെ എനിക്കിനി വേറെ എവിടുന്ന് കിട്ടാനാണ്? അത്രക്ക് നല്ലൊരു ഭർത്താവിനെ എനിക്കെങ്ങനെ കിട്ടാനാണ്? നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുമോ? പ്രിയപ്പെട്ട, ഭാര്യ മരിച്ചതിന് ശേഷം വിഷമിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ ഭാര്യയെ പോലത്തെ ഒന്നിനെ എനിക്കിനി കിട്ടുമോ? ഖദീജ ബീവിന്റെ ചരിത്രം നോക്കി. ഖദീജ ബീവി മരിച്ച അന്ന് രാത്രി വീടിൻ്റെ മൂലയിൽ ഇരുട്ടത്തിരുന്ന് നബി തേങ്ങിക്കരയുന്നത് ഞാൻ കണ്ടു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തിനാ? സ്നേഹം വേണ്ടപ്പോൾ സ്നേഹം കൊടുത്തു, സമ്പത്ത് ആവശ്യം വന്നപ്പോൾ സമ്പത്ത് കൊടുത്തു, അംഗീകാരം വേണ്ടപ്പോൾ അംഗീകാരം കൊടുത്തു, ആശ്വാസം വേണ്ടപ്പോൾ ആശ്വാസം കൊടുത്തു, മക്കൾ ആവശ്യം വന്നപ്പോൾ മക്കളെ കിട്ടി. എല്ലാം കൊണ്ടും അതുകൊണ്ട് ഖദീജ ബീവിന്റെ കൂടെയുള്ള ജീവിതകാലത്ത് വേറൊരു ഇണ നബി തങ്ങൾക്ക് ആവശ്യം വന്നിട്ടില്ല. നമ്മൾ എവിടെയാണ് നമ്മുടെ ദാമ്പത്യം എന്ന് ആലോചിക്കുക. നല്ല കൃത്യമായ പാരന്റിങ് ആവശ്യമാണ്. നല്ല തർബിയത്ത് നമ്മുടെ മക്കൾക്കിടയിൽ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടണോ, അവരെ ഇൽമ് പഠിപ്പിക്കണം, നല്ല അദബ് പഠിപ്പിക്കണം. എപ്പോൾ പഠിപ്പിക്കണം? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക്, 7-ാമത്തെ വയസ്സ് വരെ, 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് വരെ നിങ്ങൾ അവൻ്റെ കൂടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെ പെരുമാറണം. പന്തട്ടി കൊടുക്കേണ്ടി വരും, ബാറ്റെടുത്ത് അടിക്കേണ്ടി വരും. പല കളികളിൽ 7 വയസ്സ് വരെ നമ്മുടെ കുട്ടിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. അന്ന് സമയമില്ല എന്ന് പറഞ്ഞോൻ 14-ാം വയസ്സിൽ മുടി ഫ്രീക്കാക്കി ബൈക്കുമ്പോൾ പറപ്പിച്ചു പോകുമ്പോൾ ഉപദേശിക്കാൻ വരരുത്. കൊടുക്കേണ്ട സമയത്ത് അവനത് കൊടുക്കേണ്ടിയിരുന്നു. 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് ഒരു കളിക്കൂട്ടുകാരനെ പോലെ അങ്ങനെ കൂടെ കളിക്കാൻ പോകണം. സമയം ഉണ്ടാക്കണം. ഞായറാഴ്ച അതിനല്ലേ ലീവ് വന്നത്. എപ്പോഴൊക്കെ നമുക്ക് എപ്പോഴൊക്കെ ഒഴിവുണ്ടോ അപ്പോഴൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. 7-ാമത്തെ വയസ്സ് മുതൽ 14-ാമത്തെ വയസ്സിൽ, അതിനാണ് മദ്രസന്റെ പ്രസക്തി വരുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദിബുഹു സബ്ആ, അവർക്ക് അദബ് പഠിപ്പിക്കേണ്ട പ്രായം അതാണ്. 7 മുതൽ 14 മദ്രസാശിൻ്റെ ഏതൊക്കെ പ്രാർത്ഥനകൾ, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ മുടി ചെയ്യണം, വീട്ടിലൊരു അതിഥി വന്നാൽ എങ്ങനെ പെരുമാറണം, അതൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങനെ സിസ്റ്റമാറ്റിക്കായ ചില അദബുകൾ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. അവിടുന്ന് 7 വയസ്സായി നമസ്കരിക്കാൻ ശീലിപ്പിക്കാനും 10 വയസ്സായി നമസ്കരിക്കാത്തവരെ അടിക്കാനും പറഞ്ഞു. വദരിബൂഹുന്ന ഫിൽ മളാജി വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, അവരുടെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കടത്തണമെന്ന് പറഞ്ഞു. എന്താണ് സുഹൃത്തുക്കളെ, ഇതന്നെ അദബ് പഠിപ്പിക്കണം. അത് അവിടെ നിന്ന് കിട്ടണം, കൊടുക്കണം. നമ്മൾ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഇല്ലേ, പുതിയ കാലത്ത് പണ്ട് നമ്മളെയൊക്കെ അടുത്ത ആളുകൾ വരുമായിരുന്നു. എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്? അവർ പണ്ട് ആവശ്യപ്പെട്ടിരുന്നത്, എൻ്റെ മക്കളെ ഒന്ന് രക്ഷപ്പെടുത്തണം, മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ചിലർ വന്നിട്ട് പറയും, ആ ഭർത്താവിനെ ഒന്ന് ഉപദേശിക്കണം, ഭാര്യനൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് നമ്മളെല്ലാം സങ്കടപ്പെട്ട് പറയാറുള്ളത്, മക്കളിൽ നിന്നും ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. അവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കൊണ്ട്, പൊറുതിമുട്ടുകൾ കൊണ്ട്. അവിടെയാണ് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആൺകുട്ടിയോട് പെൺകുട്ടിയോട് വാപ്പയും എങ്ങനെ പെരുമാറണം. സ്വഹിബുഹു സബ്ആ, ഒരു സുഹൃത്തിനെ പോലെ പെരുമാറണം. പട്ടാളക്കാരൻ്റെ പോലീസുകാരൻ്റെ ചിട്ടോണ്ടൊന്നും ആ സമയത്ത് അവിടേക്ക് ചെല്ലരുത്.
അവർക്ക് പല കുരുത്തക്കേടുകളുണ്ടാകും, സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാകും. അതിനെയെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു സുഹൃത്തിനെ പോലെ പെൺകുട്ടിക്ക് നമ്മളോട് എന്തും വന്ന് പറയാൻ പറ്റണം. നമ്മുടെ ആൺകുട്ടി കോളേജിൽ പോയി ഒരു തല്ലുണ്ടായി, അത് വാപ്പാനോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല എന്ന്. വാപ്പാനോട് പറയരുത് എന്നാണ് പറയുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ടവിടെ. പരീക്ഷയിൽ തോറ്റു, കോളേജിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാണ് നിങ്ങളെ കുട്ടി തോറ്റിട്ട്, വാപ്പാനോട് പറയരുത് എന്നൊരു കുട്ടി പറയുന്നുവെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. ഒരു പ്രയാസം നമ്മൾ ആലോചിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി കേസുകളിൽ 14 വയസ്സിൻ്റെയും 21 വയസ്സിൻ്റെയും ഇടയിലുള്ളൊരു കുട്ടിയെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ ആദ്യം പൊതിരെ തല്ലും, റൂമിലിട്ട് വേണമെങ്കിൽ വാതിലടക്കും, വേണ്ടി വന്നാൽ നിങ്ങൾ മർദ്ദന മുറകൾ ഉപയോഗിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒന്നുകൂടി കൈവിട്ട് പറയും ഇങ്ങനൊരു മകൻ എനിക്കില്ല എന്ന് വേണമെങ്കിൽ നിങ്ങളോട് പ്രഖ്യാപിക്കും. എന്നാൽ തിരിച്ചറിഞ്ഞോളൂ, ലഹരി ഒരു രോഗമാണ്. ക്യാൻസർ ബാധിച്ചാൽ നമ്മളാരും തല്ലിക്കൊല്ലാറില്ലല്ലോ. എയ്ഡ്സ് ബാധിച്ചാൽ നമ്മൾ തല്ലിക്കൊല്ലാറുണ്ടോ? മൂലക്കിടാറുണ്ടോ? എനിക്കൊരു മകനില്ല എന്ന് പറയാറുണ്ടോ? ലഹരി ഒരു രോഗമാണ്. രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കണം. അറിഞ്ഞ് ചിലപ്പോൾ ചിലർ നന്നാവാൻ തീരുമാനിച്ചാൽ തന്നെ നാട്ടുകാരൊക്കെ പിന്നെ അയാളെ മുദ്ര കുത്തപ്പെടും. പണ്ട് ആ കേസിൽ പിടിക്കപ്പെട്ടവനാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കുക. ദാമ്പത്യ ജീവിതത്തെ പോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മറ്റൊന്നാണ് മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൻ്റെ പ്രസക്തി. എത്ര ഇവിടുത്തെ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ലിബറലിസ്റ്റുകൾ ഇങ്ങനെ ചാടിക്കടന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഖുർആനിൽ എവിടെയാണ് ഒരായത്തുള്ളത്? നന്മ പഠിപ്പിക്കുന്ന ഒരായത്ത് എവിടെയുള്ളത് എന്ന വലിയ ചോദ്യം. 100 കണക്കിന് നന്മകളുണ്ടായിട്ട് ഒന്നും കാണാത്ത മഞ്ഞ ബാധിച്ച കണ്ണുകളോട് നമുക്ക് പറയാനുള്ള ഏറ്റവും നല്ല മെസ്സേജ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥമാണ് ഖുർആൻ. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. എത്ര മനോഹരാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ പഠിപ്പിച്ചു തരിക. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. ഒരു വെറുപ്പിൻ്റെ സ്വരം പോലും നിന്റെ അടുത്തുനിന്ന് വരരുത്. അവരെ ആട്ടിയോടിക്കരുത്, പേടിപ്പിക്കരുത്. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അവർക്ക് വേണ്ടി അവരുടെ വാർദ്ധക്യത്തിലൊക്കെ ഏറ്റവും നീ നല്ല കെയർ കൊടുക്കേണ്ടയാളാണ്. മറ്റൊരായത്തിൽ കാണാം, അല്ലാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ ഏറ്റവും നീ ശ്രദ്ധിക്കേണ്ട ബന്ധമാണ് മാതാപിതാക്കൾ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ. സൂറത്തുൻ നിസായിൽ വായിച്ചു നോക്ക്. ഒറ്റ ആയത്ത് മതി ആരോടൊക്കെ നമ്മൾ സ്നേഹം കാണിക്കണം എന്നുള്ളതിൻ്റെ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ നീ നന്നായി ശിർക്കില്ലാതെ ആരാധിച്ചോ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തോ, ബന്ധുക്കൾക്ക് പുണ്യം ചെയ്തോ, യതീമിനെയും മിസ്കീനെയും സഹായിച്ച് പുണ്യം നേടിക്കോ. ഖുർആൻ പഠിപ്പിച്ചു തരാ. അയൽവാസിക്ക് പുണ്യം ചെയ്തോ, നിന്റെ കൂടെ താമസിക്കുന്നവന് പുണ്യം ചെയ്തോ, ഹോസ്റ്റലിൽ നിന്റെ സഹപാഠിക്ക് നീ ഏറ്റവും നല്ല സുഹൃത്തായിക്കോ, ശല്യക്കാരനായി നീ മാറരുത്. ഖുർആനിലെ ആയത്താണ്. സാഹിബിൽ ജംബി വബിനി സബീൽ, വഴിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു വഴിയാത്രക്കാരനെ നീ സഹായിച്ചോ, നീ പുണ്യം ചെയ്തോ. ഖുർആൻ അതിമനോഹരമായ സന്ദേശമാണ് നമുക്കിട്ട് തരുന്നത്. മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ വില നമുക്ക് ചിലപ്പോൾ ജീവിതകാലത്തൊന്നും പറയാൻ കഴിയില്ല. എത്രയോ ആളുകൾ മക്കൾ ഖബറിൻ്റെ ചാരത്ത് പോയിരുന്ന് കരയുന്നുണ്ട്. കാരണം ജീവിതകാലത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളൊക്കെ വിലപിടിപ്പുള്ള വാഹനം, നല്ല ചെരുപ്പും നല്ല വസ്ത്രമൊക്കെ മേടിച്ചു. ഈ പെരുന്നാളിന് നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കുള്ള ഓഹരി നമ്മൾ കൊണ്ടുപോയി കൊടുത്തോ? ഈദ് കിസ്വ അടക്കമുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ നാട്ടിലെ പാവപ്പെട്ടവർ വസ്ത്രം മേടിക്കാൻ കഴിവില്ലാത്തവരുടെ വീടുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചോ? ഞാൻ അതിലേക്ക് എന്തെങ്കിലും കൊടുത്തോ? ഇസ്ലാം അതാ പഠിപ്പിക്കുന്നത്, കൊടുക്കണം എന്നാണ് പഠിപ്പിച്ചത്. യതീമിനെയും മിസ്കീനിനെയും അസീറിനെയും ഒക്കെ പരിഗണിക്കാൻ പറഞ്ഞ എത്ര ആയത്തുകളുണ്ട്.
അതോടൊപ്പം തന്നെ ഇസ്ലാം ഈ രൂപത്തിൽ നമ്മുടെ കുടുംബപരമായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വലിയ തത്വങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് തരുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഈ ദീന് നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്ന ഏറ്റവും മഹത്തരമായ സന്ദേശം, നമ്മുടെ കുടുംബം എന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതൊരിക്കലും നമുക്കൊരാൾക്കും ഒരാളെ പിടിച്ച് രക്ഷപ്പെടുത്താൻ കഴിയില്ല. യാ ഫാത്തിമ അൻകിദീ നഫ്സകി മിനന്നാർ. തങ്ങൾ കുടുംബത്തിൻ്റെ നേതാവ്, തങ്ങൾ കുടുംബത്തിൽപ്പെട്ട മഹദി ഫാത്തിമ ബീവിനോട് പറയാണ്, ഫാത്തിമ പൊന്നുമോളെ, ദുനിയാവിൽ എന്ത് ചോദിച്ചാലും തരാൻ പറ്റുന്ന അവസ്ഥയുണ്ട്, പക്ഷേ ഇത് പരലോകത്തിൻ്റെ കാര്യമാണ്. നീ നിന്റെ തടിയെ നരകത്തുനിന്ന് രക്ഷിച്ചോളണം. പാപ്പ നന്നായതുകൊണ്ട് മകൻ കയറിപ്പോവില്ല, മകൻ ആഫിളായതുകൊണ്ട് വാപ്പ ഏതെങ്കിലും കോലത്തിൽ ജീവിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. കുടുംബത്തിൽ ഒരു ഹാഫിദിൻ്റെ എല്ലാ വെളിച്ചവും ഉണ്ടാകുന്ന വീട് അതിന് പറ്റുന്ന രൂപത്തിൽ ആശ്വാസ കേന്ദ്രമായി മാറണം. വിശുദ്ധ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചല്ലോ, ഒരു ഭാര്യ ഭർത്താവ്, ഒരു ഉമ്മ ഉപ്പ താമസിക്കുന്ന റൂമിലേക്ക്, വീടിനകത്തുള്ള റൂമിൽ പ്രവേശിക്കാൻ മക്കൾ അനുവാദം ചോദിക്കേണ്ട സമയമുണ്ട്. ഇത് ബാപ്പയുടെ ഉമ്മയുടെ ഒരു ഔറത്ത് പോലും കാണുന്നതിനെ സൂക്ഷിക്കാനാണ് വീട് പറഞ്ഞത്. വീട്ടിലേക്ക് പ്രവേശിക്കുന്നവർ ബിസ്മില്ല കൊണ്ട് പ്രവേശിക്കണം. വീട്ടിലെ കുടുംബങ്ങളോട് സലാം പറയണം. വീട്ടിനകത്ത് കയറിയാൽ മിസ്വാക്ക് ചെയ്യണം. ഇതൊക്കെ സുന്നത്തായി പഠിപ്പിച്ചു തന്നു. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് അല്ലാഹു ഒരു ആശ്വാസ കേന്ദ്രമാക്കി തന്നിരിക്കുന്നു. നമ്മുടെ കുട്ടിക്ക് എന്ത് പ്രശ്നം പുറത്തുനിന്ന് സംഭവിച്ചാലും വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടണം. നമ്മളിപ്പോൾ നേരെ തിരിച്ചാണ്, വീട്ടിൽ സമാധാനം ഇല്ലാഞ്ഞിട്ട് പുറത്ത് സമാധാനം കണ്ടെത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അഭിനന്ദനത്തിൻ്റെ, അപ്രീസിയേഷൻ്റെ, അംഗീകാരത്തിൻ്റെ വാക്കുകൾ വീട്ടിൽ നിന്ന് കിട്ടണം. വെറും ചീത്ത വാക്കും ശകാര വാക്കുകളും മാത്രമാകരുത്, ആക്ഷേപിക്കലും കുറ്റപ്പെടുത്തലും മാത്രമാകരുത്. നമ്മുടെ മോള് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പ അടുത്ത ആഴ്ച ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം, ഒരു ഡ്രസ്സ് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ ബാപ്പ പറഞ്ഞു, കാശില്ല മോളെ, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. വീണ്ടും ഉമ്മ വന്നിട്ട് പറഞ്ഞു, അത് കൊടുത്തളിയെന്ന്, ഒരു പാവല്ലേ, ഓള് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞ എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് 2000 രൂപേൻ്റെ ഡ്രസ്സ് മേടിച്ച് സംഘടിപ്പിച്ചു കൊടുത്തു. മോള് പറഞ്ഞ വാപ്പ വീഴുമല്ലോ. അടുത്ത ആഴ്ച കല്യാണത്തിന് അവസരം വന്നു. ഓൾ ഡ്രസ്സൊക്കെ സെറ്റാക്കി ഒക്കെ പിന്നൊക്കെ കുത്തി എല്ലാം ലെവലാക്കി വന്ന് നമ്മുടെ മുമ്പിലെത്തിയപ്പോൾ മോള് ചോദിച്ചു, വാപ്പ എങ്ങനെയുണ്ട് സാധനം എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു, എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ 2000 രൂപയാണ് പോയത് എന്നും പറഞ്ഞു. അവൾ ഒന്ന് കൊണ്ടങ്ങോട്ട് പോയി, ഒന്നും പറഞ്ഞൊന്നുമില്ല. അവൾ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ റോഡ് സൈഡിൽ കുറേ ഫ്രീക്കം പയ്യന്മാർ നിൽക്കുന്നുണ്ട്. ഓലിങ്ങനെ നോക്കിയിട്ട് ഓളോട് പറഞ്ഞു, സൂപ്പർ 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 അടിച്ച്. 2000 മേടിച്ചു കൊടുത്ത വാപ്പാനേക്കാൾ ഇപ്പോൾക്ക് ഇഷ്ടം ആ ലൈക്ക് അടിച്ചൊരുത്തനെയാണ്. ഓൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നോക്കും, 2 സൈഡും നോക്കും ആ ചെക്കൻ അവിടെ ഉണ്ടോയെന്ന്. കാരണം അവൾക്ക് വേണ്ട ഒന്ന് ആ ചെക്കനെ കൊടുത്തത്. നിങ്ങളെ കുട്ടികളെ അഭിനന്ദിക്കാറുണ്ടോ? ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ അഭിനന്ദിക്കാറുണ്ടോ? 10 ദിവസം നോമ്പെടുത്തതിൻ്റെ പേരിൽ ഒരു സമ്മാനം കൊടുക്കാറുണ്ടോ? കൃത്യമായി സുബഹിക്ക് പോണതിൻ്റെ പേരിൽ ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കലുണ്ടോ? അതാണ് വാപ്പാൻ്റെ ഉമ്മൻ്റെ റോൾ. അവിടെയാണ് അവരുടെ നന്മകളിൽ അവരെ അഭിനന്ദിക്കുന്ന വാക്ക്. തെറ്റ് കാണുമ്പോൾ രഹസ്യമായി അവരെ തിരുത്തുന്നു, നന്മ കാണുമ്പോൾ ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് പരസ്യമായി അഭിനന്ദിക്കുന്നു. ഇതാണ്ടേ നമ്മുടെ അഭിനന്ദിക്കൽ എങ്ങനെ? എല്ലാവരുടെ ഇടയിൽ വെച്ച. ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പോരായുണ്ടാവും, അതൊക്കെ അതൊക്കെ റൂമ് കൊണ്ടുപോയി വർത്താനം പറഞ്ഞാൽ ശരി കൊടുക്കും. ഇതേപോലെ ആ വീട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ അത് കല്യാണ പന്തലിൽ പോയി വിളമ്പരുത്. അത് അവര് മാത്രം സ്വകാര്യമായിട്ട് തിരുത്തി കൊടുക്കണം. ഒരു നന്മ നമുക്ക് പറയാൻ ചാൻസ് ഉണ്ടോ? അത് ഏട്ടത്തിന്റെ വീട്ടിലും അഞ്ചത്തിന്റെ വീട്ടിലും പെങ്ങളെ വീട്ടിലും കാരണവരുടെ വീട്ടിലൊക്കെ നമുക്ക് പറയാൻ ചാൻസ് ഉള്ളതൊക്കെ അവരെ പറ്റി പ്രശംസിക്കുന്ന വാക്കുകൾ പറയാം. അപ്പൊ നമ്മുടെ കുടുംബം, ഭാര്യ, ഭർത്താവ്, ബാപ്പ, ഉമ്മ എല്ലാവരും ഒത്തുണങ്ങി ഒരു മഹത്തരമായ സന്ദേശം ലഭിക്കപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തും വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആരാണോ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടവനാണെന്ന് പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവർക്ക് 2 സ്വർഗമുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, ഒന്ന് ഫിദ്ദുനിയ,
ദുനിയാവിലാണ്. പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് ദുനിയാവിൽ സ്വർഗമുണ്ട്. എന്താ? ടെൻഷൻ ഇല്ലാത്ത ജീവിതം, സമാധാന അന്തരീക്ഷം, ആവശ്യത്തിന് റിസ്ക് പടച്ചോൻ ഇങ്ങനെ കൊടുക്കും. ഒന്നും പരലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന കുടുംബം, പ്രവാചകനെ പിൻപറ്റുന്ന ഒരു കുടുംബം, ഇസ്ലാമിക അന്തരീക്ഷം പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടി ഒത്തിണങ്ങുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവർ, കുട്ടികൾക്ക് വേണ്ടുന്ന പരിഗണന പള്ളിയിലും നമ്മുടെ കുടുംബത്തിലും എല്ലായിടത്തും മക്കൾക്കില്ലേ. നബിതങ്ങളുടെ അടുത്തേക്ക് നോക്കൂ നിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നു, ഇമാമായി നിൽക്കുന്നു. കുറേ സമയമായിട്ടും സുജൂദ് എഴുന്നേൽക്കുന്നില്ല. ഒരു സഹാബി നബിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞ് ബേജാറായിട്ട് സുജൂദ് പൊക്കി നോക്കുമ്പോ പേരക്കുട്ടിയായ ചെറിയ കുട്ടിയൊന്ന് ചുമരിൽ കിടക്കുന്നു. അനങ്ങാതിരിക്കാൻ നബി. എന്ത് ഈ കുട്ടിയൊന്നും ഇറങ്ങിയിട്ട് എണീക്കാന്ന് വിചാരിച്ചിട്ട് സഹാബത്ത് നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, എന്ത് പറ്റി നബി? ഒരുപാട് നേരമായിട്ട് സുജൂദിന് വഹിയെങ്ങാനും വരികയായിരുന്നു. അല്ല, ഇപ്പുറത്തെ ആളുണ്ടായിരുന്നു, അവനൊന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികൾക്കുള്ള പരിഗണന ഒത്തുമ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പേരക്കുട്ടി കയറി ഒരു നിബിധങ്ങൾ വന്ന് കുട്ടിനെ എടുത്ത് ചുംബിച്ച് പുറത്തു വെച്ചു. ഇനി അത് മാത്രമല്ല, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ, ചിലപ്പോ പ്രയാസങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത്. നീ ഒന്നും നന്നാവൂല, എന്നെ കൊണ്ടൊന്നൊരു ഉപകാരമില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയരുത്. മറിച്ച് പറയണം, അല്ലാഹുവേ എന്റെ മോനെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാക്കി തരണേ, അല്ലാഹ് എന്റെ മോനെ നന്നാക്കി തരണേ. വാപ്പാന്റെ ഉമ്മാന്റെ പ്രാർത്ഥന കുട്ടികൾക്ക് തട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി ഇങ്ങനെ ഒരു വഴിയിലേക്ക് നടന്നു പോകുമ്പോൾ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ പാടെ ചെറിയൊരു കളിക്കുന്ന സ്ഥലം പോലത്തെ ഒരു മണൽ ഭാഗത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. വല്യപ്പയായ നബിതങ്ങൾ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. എന്തിനാ? ഒന്ന് ഉമ്മ വെക്കാനാണ്. കളിന്റെ തിരക്കിൽ പറഞ്ഞു, ഞാൻ വരൂല. പ്രവാചകൻ ഒന്നുകൂടി അടുത്തിരിക്കുന്നു, മോനെ ഇങ്ങോട്ട് വാടാ. അടുത്തേക്ക് വിളിച്ചു, മോൻ വന്നില്ല. പിന്നെ നബി അങ്ങോട്ട് ചെല്ലുന്ന സമയം തോറും ഇവൻ ഇങ്ങനെ ഓടി കളിക്കാൻ, നബിനെ കൊടുക്കാതെ ഓടി കളിക്കുക. അവസാനം കയ്യിൽ കിട്ടി. നമ്മളാണെങ്കിൽ മണ്ടക്കനത്താണ്ട് പൊടിച്ചിട്ട് പുറത്തു കൂടെ ദേഷ്യം പിടിച്ചിട്ട് നബി എന്താ കിട്ടിയിട്ട്, നബി ആ ദേഷ്യത്തിലല്ല, ആ കുട്ടി കാണിച്ച ആ കളിയൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി വാരിക്കൊണ്ടെന്ന് അത് കെട്ടിപ്പൊടിച്ച് ഉമ്മ വെച്ചിട്ട് അത് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എന്റെ കുട്ടിനെ നീ ഇഷ്ടപ്പെടണം അല്ലാഹ്, എന്റെ ഈ കുട്ടിനെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരെയൊക്കെ നീ ഇഷ്ടപ്പെടണം അല്ലാഹ്. നമുക്ക് തോന്നുമോ ഒരു കുരുത്തക്കേട് കണ്ടിട്ടേ മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പോകുന്നവർ തോന്നുമോ? കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് വരേണ്ടതുണ്ട്. ഒന്നാലോചിക്കാൻ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, നമ്മൾ എന്തൊക്കെ അന്തരീക്ഷങ്ങൾ എത്രമാത്രം ശരിപ്പെടുത്തിയാലും, കുടുംബവും ദാമ്പത്യവും ഒക്കെ എത്ര ശരിപ്പെടുത്തിയാലും, ഒരു ദിവസം വരാനുണ്ട് നമ്മുടെ മരണം. നമുക്കൊരിക്കലും അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എത്ര കുടുംബക്കാരുണ്ടെങ്കിലും ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനൈദിൻ തൻദുറൂൻ. തൊണ്ടക്കുഴിയിൽ മരണമങ്ങെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റുവട്ടത്തും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാനേ കഴിയൂ, സഹായിക്കാൻ കഴിയില്ല. ആ ശ്വാസം അങ്ങ് ഇടന്നു പോയി നിന്ന് പോയാൽ പിടിച്ചു കൊണ്ടുവരാനൊന്നും ഒരു കുടുംബക്കാരനും കഴിയൂല. അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അതുവരെയും നമ്മൾ ആരുടെയോ വാപ്പയാണ്, മോശനാണ്, കാരണവാനാണ്, അങ്ങനെയൊക്കെ പല പേരുണ്ടായിരുന്നു. മരിച്ചാൽ പിന്നെ നമ്മുടെ പേര് മയ്യിത്ത് എന്ന ജനാസയുടെ പേരിലേക്ക് മാറ്റപ്പെടുകയാണ്. അല്ലേ? നമ്മൾ മരിച്ചു എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനാസയാണ്. ഉടൻ മയ്യിത്ത് എന്ന പേര് മാത്രമാകുമേ. ഇനി നമ്മൾ മയ്യിത്ത കുടുംബത്തില് കബറടക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ 3 പിടി മണ്ണ് വാരിയിട്ട് പ്രിയപ്പെട്ടവരൊക്കെ തിരിച്ചു പോരാണ്. നമ്മുടെ കബറിൽ നമ്മൾ മാത്രമാണ്. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ സ്വർഗ്ഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന സമയത്ത് ചില പാപികളായ, ദോഷികളായ, കുറ്റവാളികളായ ആളുകൾ ഉണ്ടാകും. നന്മയുടെ വക്താക്കളായ സ്വർഗ്ഗക്കാരായ ചില വാപ്പമാരും മക്കളും കുടുംബസമേതം സ്വർഗ്ഗത്തിന്റെ താഴ്വരകളിൽ ഉണ്ടാകുമെന്ന് ഖുർആൻ. മറുഭാഗത്ത് ചില പാപികളായ, ദോഷികളായ മനുഷ്യരുണ്ട്. കുടുംബം കൊണ്ടും ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഖൈറിലേക്ക് വരാതെ പോയ മനുഷ്യരുണ്ടെങ്കിൽ അവിടെ പറയുന്നത് കാണാൻ സാധിക്കും, യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. സൂറത്തുൽ മആരിജ്.
കുറ്റവാളികളായ ആളുകൾ നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരപ്പെടുമ്പോൾ അവർ കൊതിച്ചു പോകും, ആഗ്രഹിക്കും, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നരകത്തിലേക്ക് തരാം. ഞാൻ വളർത്തിയ, ഞാൻ ചുംബിച്ച, ഞാൻ താരാട്ടുപാട്ട് പാടിയ, ഞാൻ പാല് കൊടുത്ത് വളർത്തിയ എന്റെ പ്രിയപ്പെട്ട മോനെ മോളെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുവന്ന് തരാൻ തയ്യാറാണ്. എന്നെ ഒന്ന് രക്ഷിക്കൂ. എന്റെ എല്ലാം ആയിരുന്ന എന്റെ പ്രിയതമയായ എന്റെ ഭാര്യയെ ഞാൻ നരകത്തിലേക്ക് തരാം. എന്റെ ജ്യേഷ്ഠാനുജന്മാർ, ഒരുമ്മയുടെ ഉദരത്തിൽ വളർന്നവൻ, സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ, ഒരു ഉദരത്തിൽ വളർന്ന എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ഞാൻ ഈ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ തയ്യാറാണ്. എനിക്ക് അഭയം നൽകിയ എന്റെ കുടുംബക്കാരെ, ബന്ധുക്കളെ മൊത്തം നരകത്തിലേക്ക് തരാം. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും നരകത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നു തരാം. ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? കുടുംബത്തിന് വേണ്ടി പള്ളി പോകാതിരുന്നവർ, കുടുംബത്തിന് വേണ്ടി താടി പഠിച്ചാടുന്നവർ, കുടുംബത്തിന് വേണ്ടി ക്ലാസ്സിന് പോകാതെ നടന്ന ആൾക്കാരൊക്കെ ചിന്തിക്കും, പരലോകത്തെത്തുമ്പോൾ നേരെ തിരിച്ചടിക്കും, ഞാൻ ഈ കുടുംബം മൊത്തം തരാം, എനിക്ക് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമെന്ന് ചോദിക്കും. ആർക്കു വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത്? എന്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചത്? ആ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. സ്വർഗം കിട്ടുമെങ്കിൽ നാട്ടുകാർ പ്രവേശിച്ചോട്ടെ. സ്വർഗം നിനക്ക് കിട്ടുന്ന ഒരു നന്മ നിന്റെ കയ്യിലുണ്ട്. നിന്നെ ജനങ്ങൾ പൊട്ടനാണെന്നോ ദരിദ്രനാണെന്നോ ഭ്രാന്തനാണെന്നോ എന്ത് വിളിച്ചോട്ടെ, നീ സ്വർഗത്തിന്റെ അഖിലുകാരനാണെങ്കിൽ, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന മനുഷ്യൻ പോലും ദുനിയാവിലെ 10 രാജാക്കന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സുഖത്തിലാണ്. ആ സുഖം വേണോ? ഈ സുഖം ദുനിയാവിന് വേണ്ടി പെടഞ്ഞോടിക്കൊണ്ടിരിക്കുന്നവരെ ചിന്തിക്കുക, സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം. അത് കൊതിച്ചും ആഗ്രഹിച്ചുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്ഷമയോടെ നമ്മുടെ ജീവിതത്തെ അവർക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം അവർ ക്ഷമിച്ചതുകൊണ്ടാണ്. പല പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരും, കുടുംബത്തിൽ പല ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കിയിട്ടുണ്ടോ? സൂറത്തു ത്വലാഖ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. ഖുർആനിൽ സൂറത്തു ത്വലാഖ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. വിവാഹമോചനം എന്നാണ് സൂറത്തിന്റെ പേര്. ആ സൂറത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ത്വലാഖ് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ആ സൂറത്തിൽ. എന്താ വിചാരിച്ചാൽ നമ്മൾ ആദ്യം വിചാരിക്കേണ്ട ഇതിൽ ത്വലാഖ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടാവുക. ഒരു ത്വലാഖ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പെണ്ണ് ത്വലാഖ് വന്നു കഴിഞ്ഞാൽ അവൾ ഭർത്താവിന്റെ വീട്ടിൽ ഇരിക്കണം. ആലോചിക്കുക, 4 മാസം 10 ദിവസമൊക്കെ അവിടെ ഇരിക്കുമ്പോൾ എന്തെല്ലാം മനുഷ്യന്റെ മനസ്സിൽ മാറ്റം വരും. അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ ഭർത്താവിന്റെ വീട്ടിൽ ഇരിക്കണം. അവൾ പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിന് പാലൂട്ടേണ്ട ചുമതല ഭർത്താവിനാണ്. അതല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക ചെലവിൽ നിന്നായിരിക്കണം. എന്തൊക്കെ സിസ്റ്റങ്ങളെ കൊടുക്കുന്നറിയോ ഇസ്ലാം? അങ്ങേയറ്റം ഈ ഒരു കുടുംബ ജീവിതത്തിന്റെ മഹത്വത്തെ എത്ര രൂപത്തിൽ അതിനെ മികച്ചതാക്കി മാറ്റാൻ പറ്റുന്ന എത്ര സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നൽകി. അതുകൊണ്ട് തന്നെയാണ് നമ്മളോടും ഈ ഇസ്ലാം ആവശ്യപ്പെടുന്നത്, നമുക്കും നമ്മുടെ കുടുംബത്തിനും അവിടേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ വഴികളും ഇസ്ലാം പഠിപ്പിച്ചു തന്നു. ഏറ്റവും ശരിയായതിലേക്ക് നമുക്ക് വഴി കാണിച്ചു തന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ലളിതമാക്കി തന്ന ഖുർആൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും അതിന് തയ്യാറുണ്ടോ? ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൽബിനെന്താ പൂണ്ടിട്ട് വെച്ചിരിക്കണോ ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക. സൂറത്തുൽ നിസാ, സൂറത്തുൽ നൂർ, ഖുർആൻ കുടുംബവുമായി ബന്ധപ്പെട്ട ധാരാളം കണക്കിന് സംഭവങ്ങൾ വിശദീകരിക്കപ്പെടുകയാണ്. QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ക്ലാസ്സുകളിൽ പ്രിയപ്പെട്ട സ്ത്രീകളെ പുരുഷന്മാരെ എവിടെയാണോ നമ്മുടെ ചാൻസ്, ഇവിടെയൊക്കെ സെന്ററുകളുണ്ട്. എല്ലാ ആഴ്ചകളിലും അത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. റമദാനിൽ നമ്മൾ ഇത്രയും സജീവമായി എത്ര മണിക്കൂറുകളോളം പള്ളിയിൽ വന്നിരിക്കുന്നു. വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി ഒരു 40 മിനിറ്റ് നമുക്കൊന്ന് പോയി കൊടുത്താൽ
എത്ര ശാന്തമായിരിക്കും. ചിലപ്പോൾ ഭർത്താവിന് ഒരു കാര്യം പറഞ്ഞു ഉപദേശിക്കും. ഒരു അടുത്തൊരു ക്ലാസ്സിന് പോയ സമയത്ത് അവിടുന്ന് പുരുഷന്മാരിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി ഒരു പ്രയാസമുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിന് വന്ന ഒരാൾ, അയാൾ ഭാര്യയെ നിരന്തരമായി തല്ലുന്ന ഒരാളാണ്, മക്കളെ ഉപദ്രവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ടൊന്നും പറയണം. നാട്ടിലെ ഒരു മധ്യസ്ഥൻ പറയുന്നതിനേക്കാളൊക്കെ ഏറെയായി ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു കൊടുത്താൽ അത് തിരുത്തലായി മാറും. തിരിച്ചും എത്രയോ സംഭവമുണ്ട്. ഒരു ദിവസം ഒരു ഭാര്യനെ ഖുർആൻ ക്ലാസ്സിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊന്നും പറഞ്ഞു. എന്തേ? ഞാനൊരാളെ കൊടുത്തിട്ടുണ്ട്, ആൾ ആ കാര്യത്തിലും മഹാപൊട്ടത്തരത്തിലുള്ളത്. തീരെ നിസ്കാരത്തിന്റെ കാര്യമില്ല. ഒരു 4 കുട്ടികളും ഉമ്മാനെ പറ്റി നീ പറഞ്ഞു. നിസ്കാരം എന്ന് പറഞ്ഞ മുപ്പത്തേക്ക് ശരിയല്ല. ക്ലാസ്സിൽ കാര്യമായിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് സ്ത്രീകൾ നിസ്കാരത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അവർക്ക് മാറ്റങ്ങൾ വന്നു. ഇങ്ങനെ ഏതേത് വിഷയങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ, പ്രാർത്ഥനകൾ പഠിക്കാൻ, തജ്വീദ് പഠിക്കാൻ, രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മുടെ മക്കളെ ഹാഫിളാകാൻ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് സ്വയം ഒരാഗ്രഹം ഉണ്ടാവണം. നമുക്കും ഇതുപോലെ നല്ല ദറജയുള്ളവനായി മാറണം. അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ സ്വർഗത്തിലെ സ്ഥാനം ദുനിയാവിൽ എത്രയാണ് നമ്മൾ ഖുർആൻ ഓതിയതെങ്കിൽ അത്രയാണ് നമ്മുടെ സ്ഥാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഈ രംഗത്ത് പഠനത്തിൽ മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളിലേക്കെല്ലാം പോകുവാനും സഞ്ചരിക്കാനുമുള്ള താക്കത്തും ഊർജ്ജവും ആഫിയത്തും സാമ്പത്തിക ശേഷിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ജീവിത വരുമാന മാർഗങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് നമ്മളെ എല്ലാം അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ ഒരുപാട് കൂട്ടക്കുരുതികൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 500-500 പേരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊന്നു തള്ളിയിരിക്കുന്നു. ജൂതന്മാരുടെ കിരാതമായ മർദ്ദനങ്ങൾ വാണുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരായ ചോര പൈതലുകളാണ് പിടഞ്ഞു വീണ് മരിക്കുന്നത് എന്നതിൻ്റെ എല്ലാ സങ്കടവും നമ്മുടെ മുമ്പിലുണ്ട്. പ്രാർത്ഥനകൾ ഉയരണം. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു ആ നാടിനെ ഏറ്റവും ശാന്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ സഹോദരൻ ചക്കരക്കല്ലിലുള്ള ഞങ്ങളുടെ സുഹൃത്ത്, അതുപോലെ തന്നെ ഹാഫിളായ മുഹമ്മദ് എന്ന മകൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ അദ്ദേഹം വലിയ പ്രയാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രോഗവുമായി സീരിയസ് ആയി ചികിത്സയിൽ ഹോസ്പിറ്റലിലാണ് നിലവിലുള്ളത്. ബോധം ശരിയായി തെളിഞ്ഞു വന്നിട്ടില്ല, സംസാരം ശരിക്കും ആരംഭിച്ചിട്ടില്ല. എല്ലാവരും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒരു അഞ്ചരക്കണ്ടി പള്ളിയിലൊക്കെ ഇമാമൊക്കെ നിൽക്കുന്ന മോനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുകയും കുടുംബത്തിന് സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ അപകട ദുരന്ത മേഖലകളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ധാരാളം ഇങ്ങനെയുള്ള 38 കുട്ടികളുടെ ഇതുപോലെയുള്ള സെഷനുകൾ കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന കുട്ടികളായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ വിളക്ക് കൂടിയാണ്. നാട്ടിലുള്ള എല്ലാ നന്മകൾക്കും മുന്നിൽ നിൽക്കേണ്ടവരായ ഏറ്റവും നല്ല മക്കളാണ് ഖുർആൻ പഠിച്ചവർ. അതുകൊണ്ട് ഇവരെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോഴും ഇവരെ കെട്ടിപ്പിടിക്കുന്ന സമയത്തൊക്കെയും ആത്മാർത്ഥമായിട്ട് ഇവർക്ക് വേണ്ടി ഒന്ന് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. കാരണം ഇവർ എന്തെങ്കിലും എത്രയും വളരെ സ്പീഡിൽ തെറ്റിലേക്കും തിന്മയിലേക്കും അധാർമികതയിലേക്കും പോകാൻ ശൈത്താൻ വേഗത്തിൽ പിടികൂടുന്നൊരു വിഭാഗവും ഇവർ തന്നെയാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ വിളക്കായി മാറേണ്ട ഈ കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മുടെ ഈ കുട്ടികളെയെല്ലാം വിശാല ഹൃദയത്തോടുകൂടി ദീനിനെ കാത്തു സൂക്ഷിച്ച് സമൂഹത്തിൻ്റെ വിളക്കായി അടുത്ത തലമുറയുടെ ഏറ്റവും നല്ല ഒരു മാതൃകയായി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു ഇവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഓരോ കുട്ടികൾ ഹാഫിളാകുമ്പോഴും അവരുടെ മാതാപിതാക്കൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്.
ആ പ്രാർത്ഥന ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ കൺകുളിർമ നൽകുന്ന ഒരു പ്രാർത്ഥനയായി, ഒരു കണ്ണ് നിറയലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഈ പള്ളിയിൽ നടക്കുമ്പോൾ നമ്മളെന്നും ഓർക്കാറുള്ളത്, നമ്മളിന്ന് അനുഭവിക്കുന്ന ആസ്വാദനങ്ങളും ഈ അനുഭവിക്കുന്ന മധുരവും. ഇതിനു വേണ്ടി, ഈ ബിൽഡിങ്ങിന് വേണ്ടി ആദ്യം പണിയെടുത്തൊരു വിഭാഗമുണ്ട്. അവർ പലരും ഇന്ന് ഖബറിലാണ്. അവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നുണ്ടാവുക. വല്ലാത്ത പ്രതിസന്ധിയോടുകൂടി ഖബറിൽ കിടക്കുമ്പോൾ ഇത്ര മഹനീയമായ വലിയ വലിയ സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കാളിയായതിൻ്റെ സന്തോഷം അവർ വഹിക്കുന്നുണ്ടാവും. അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന സ്ലിപ്പ് നിങ്ങൾ ഗൗരവമായി എടുക്കണം. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പിൻ്റെ ഇടയിൽ ധാരാളം വീഡിയോകളും കാര്യങ്ങളൊക്കെ അയച്ച സമയത്ത് മലപ്പുറത്ത് നിന്നൊരു മനുഷ്യൻ ഇവിടെ വന്നു. രാത്രി 1 മണിക്ക് എൻ്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, 25 വയസ്സ് പ്രായമുള്ള മക്കളുടെ കൂടെ അൽ മഹാറ പോലെയുള്ള പ്രോഗ്രാമുകളിൽ മത്സരിച്ച് 7ാം സ്ഥാനം വരെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മദ്രസയുടെ റാങ്കും മറ്റു പല കാര്യങ്ങളും അൽ മഹാറ പോലെയുള്ള, അതേപോലെ തന്നെ പല കാര്യങ്ങളിലും അതിലെല്ലാം വലിയ സമ്മാനങ്ങളും വലിയ ഉന്നതിയിലേക്ക് എത്തിയിട്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. നിങ്ങളുടെ സ്ഥാപനം 15 വർഷം പിന്നിൽ സഞ്ചരിക്കുകയാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. 15 വർഷം പിന്നിൽ സഞ്ചരിക്കുകയാണ്. ഈ പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും സന്തോഷത്തോടു കൂടിയാണ് പോയത്. ഞാനിവിടെ വന്നിട്ട് 12 കൊല്ലമായി. 12 കൊല്ലം കൊണ്ട് ഞാൻ അറിഞ്ഞ ഒരു തളിപ്പറമ്പുണ്ട്, ഞാൻ അറിഞ്ഞ ഒരു മനുഷ്യ വിശാലതയുണ്ട്. എത്രയോ സ്ഥലങ്ങൾ, വലിയ വലിയ സ്ഥാപനങ്ങളും വലിയ വലിയ പള്ളികളും വലിയ വലിയ സൗകര്യങ്ങളുമായിട്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് മനോഹരമായി വളർന്നപ്പോൾ അള്ളാഹു അതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിപ്പോഴും 15 വർഷം പിന്നിലാണെന്ന് പറയുമ്പം വല്ലാത്ത സങ്കടം തോന്നി. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? അടുത്ത വർഷം നിങ്ങൾ പുറത്ത് കൊടുക്കാതെ മുഴുവൻ സമ്പത്തും നിങ്ങൾ സ്വരൂപിച്ച് നല്ല കുട്ടികൾക്ക് മനോഹരമായ സംവിധാനവും സൗകര്യവും നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തൂടെ എന്നാണ് ആ മനുഷ്യനും പറഞ്ഞത്. ഈ കുട്ടികളെ ഇരുത്തിയിട്ട് പറയും, ആ ടർഫൊക്കെ കാണിച്ചിട്ട് പറയും, ഇൻഷാ അല്ലാഹ് വരും, നിങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, നിങ്ങൾക്ക് സംവിധാനം ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ ഉണ്ടാകും, നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കും, നിങ്ങളുടെ അനുജന്മാർ വരുമ്പോഴൊക്കെയും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കും എന്നീ കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയും. അതുകൊണ്ട് സ്ലിപ്പൊക്കെ കിട്ടിയ ആളുകളെ നിങ്ങളതിൽ മാത്രം ഒതുങ്ങാതെ, നിങ്ങൾക്ക് കുടുംബമുണ്ട്, നിങ്ങൾക്ക് കൂട്ടുകാരുണ്ട്, ഗൾഫിൽ ആളുകളുണ്ട്, അവരോടൊക്കെ ഈ സംഭവം ബോധ്യപ്പെടുത്തിയിട്ട് എത്രയും പെട്ടെന്ന് റമദാനിന് അവസാനമാകുമ്പോഴേക്കും അതൊക്കെ പൈസയ്ക്ക് ആയിട്ടുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈ സംരംഭങ്ങളെ വളർത്താൻ സാധിക്കണം. ഇവിടെ നിന്ന് പറഞ്ഞ് അവസാന സ്വഫിലേക്ക് എത്തുമ്പോഴേക്കും എന്താണോ ആവശ്യപ്പെട്ടത് അത് കിട്ടിയിരുന്നൊരു സമയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും ശരി, നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സംരംഭങ്ങളും സൗകര്യങ്ങളും നമുക്ക് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈദ് കിസ്വയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, മദ്രസ വിദ്യാർത്ഥികൾക്ക് ബോക്സ് കൊടുത്തപ്പോഴേ ആ ബോക്സിനിടയിൽ ചെറിയൊരു ബോക്സ് കാണാൻ സാധിച്ചു. അതാരാണെന്നറിയോ? ആ കുട്ടി പറഞ്ഞത്, എനിക്ക് ബോക്സ് കിട്ടിയില്ല, അതുകൊണ്ട് ചെറിയ ബോക്സ് വാങ്ങിയിട്ട് ഞാൻ അതിലേക്ക് പൈസ ഇട്ടു എന്നാണ്. സ്ലിപ്പ് കിട്ടാത്തവരൊക്കെ ഇവിടെ ഉണ്ടാവും. സ്ലിപ്പ് കിട്ടാത്തവരൊക്കെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല, സ്ലിപ്പ് കിട്ടാത്തവരായിരിക്കണം കൂടുതൽ സാമ്പത്തികമായി സഹായിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, മരണാനന്തരം നമുക്ക് സന്തോഷിക്കാനൊക്കെയുള്ള വലിയൊരു വക കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഈ കുട്ടികളുടെ വളർച്ചയിലും അടുത്ത കുട്ടികളുടെ വളർച്ചയിലൊക്കെയും ഒരു പങ്ക് വഹിച്ചുകൊണ്ട് ഈ ലോകത്തോട് സന്തോഷത്തോടു കൂടി വിടവാങ്ങാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ ചോദിക്കുന്ന നിനക്ക് വേണ്ടി എന്തും വിശാലതയോടുകൂടി നൽകാനുള്ള മനസ്സുള്ള ആളുകളാണ് അള്ളാഹുവേ. നമുക്ക് നീ കൃത്യമായിട്ട് അതിൻ്റെ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ കുട്ടികളെ കൊണ്ട് എല്ലാ നാടിലും
ആ നാട്ടുകാർക്ക് ഏറ്റവും വെളിച്ചമാകുന്ന നിലയിലേക്ക് നീ മക്കളെ വളർത്തുകയും അവർക്കതിനു വേണ്ടിയുള്ള മനസ്സിന് വിശാലതയും അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്നും ഇതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിനെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് അല്ലാഹുവേ. അവർക്ക് നീ വിശാലത നൽകണേ റഹ്മാനെ. അവൾക്കതിന് പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ രോഗം നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ പരിചരിക്കുന്ന ആളുകൾക്ക് നീ വിശാലതയും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ നിർവഹിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും സ്വാലിഹായ കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾക്ക് കൺകുളിർമയും സന്തോഷവും നൽകുന്ന, ഇവരിലൂടെ അടുത്ത തലമുറകൾ വെളിച്ചം നൽകുന്ന നല്ല ദാഇമാരാക്കി അല്ലാഹുവേ ഇവരൊക്കെയും നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിൽ നിന്ന് മുന്നോട്ട് പോയി വേണ്ടാത്തരങ്ങളിലേക്കും വൃത്തികേടിലേക്കും പോയ എല്ലാ മക്കളെയും ഏറ്റവും ചിന്തിച്ചും ഗൗരവമായി ആലോചിച്ചും ഇതിലേക്ക് തിരിച്ചു വന്ന് ഈ ദീനിനെ ശക്തിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹുവേ നീ മാറ്റണേ റഹ്മാനെ. ഈ സമൂഹത്തിന് തൗഹീദ് എത്തിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരവസ്ഥയിലേക്ക് അല്ലാഹുവേ നമ്മെയും ഇതിനെ പഠിക്കുന്നവരെയും എല്ലാവരെയും നീ ആക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇൻഷാ അല്ലാഹ് 10ാം ക്ലാസ്സിൽ നിന്ന് ഇവിടുന്ന് ഒഴിവായി പോകുന്ന, അവസാനത്തിൽ ഇവിടെ നിന്ന് വിടവാങ്ങി പോകുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 11 കുട്ടികൾക്ക് ഗ്രാൻഡ് തേജസിൻ്റെ വകയായി ഒരു ഉപഹാരം നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നൽകുന്നതിന് വേണ്ടി ഹുസൈൻ ക ഒന്ന് സീഷാൻ അഹമ്മദ് ബിൻ ജമീൻ. സീഷാൻ അഹമ്മദ് തലശ്ശേരി സ്വദേശിയാണ്, ഹാഫിളാണ്. സജ്ജാദ് അലി ബിൻ മുഹമ്മദ് അലി. സജ്ജാദ് അലി ബിൻ മുഹമ്മദ് അലി മുട്ടം സ്വദേശിയാണ്, ഹാഫിളാണ്. മദ്രസ റാങ്ക് 1ാം റാങ്ക് വാങ്ങിയ ഒരു കുട്ടി കൂടിയാണ്, 2ാം റാങ്ക് വാങ്ങിയ കുട്ടിയാണ്. മുഹമ്മദ് സിയാൻ ബിൻ സിദ്ദീഖ് തളിപ്പറമ്പ് സ്വദേശിയാണ്, ഹാഫിളാണ്. മദ്രസ തലത്തിൽ 1ാം റാങ്ക് വാങ്ങിയ കുട്ടി കൂടിയാണ്. അബ്ദുള്ള മിസ്ബാഹ് ബിൻ ഫിറോസ് തലശ്ശേരിക്കാരാണ്, തലശ്ശേരി സ്വദേശിയാണ്. അബ്ദുള്ള മിസ്ബാഹ് ബിൻ ഫിറോസ് ഹാഫിളാണ്. മുഹമ്മദ് റാസി ബിൻ ഷൗക്കത്ത് അലി. മുഹമ്മദ് റാസി ബിൻ ഷൗക്കത്ത് അലി മാട്ടൂൽ സ്വദേശിയാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞ് ഉടനെ ഹാഫിളാകാൻ അവസരം ലഭിക്കുന്ന കുട്ടി കൂടിയാണ് ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് മിദ്ലാജ് ബിൻ ഇസ്മായിൽ ചെറുപുഴ സ്വദേശിയാണ്, ഇന്ന് ഹാഫിളായ കുട്ടി കൂടിയാണ്. മുഹമ്മദ് മിദ്ലാജ് ബിൻ ഇസ്മായിൽ. ഇസ്മായിൽ ക ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ കൂടിയാണ്, പുതു മുസ്ലിമായി വന്ന് കുട്ടിയെ ഹാഫിളാക്കുകയാണ്. വളരെ സന്തോഷകരമായൊരവസ്ഥ കൂടിയാണ്. മുഹമ്മദ് ജാസിൽ ബിൻ നൗഫൽ ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞ ഉടനെ ഹാഫിളാകുന്ന കുട്ടിയാണ്. മുഹമ്മദ് നിഫാൽ ബിൻ ഫിറോസ് കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് സ്വദേശിയാണ്, ഇന്ന് ഹാഫിളായ കുട്ടി കൂടിയാണ്. ഇസാൻ റഹ്മാൻ ബിൻ റജീസ് കൂത്തുപറമ്പ് സ്വദേശിയാണ്, ഹാഫിളാണ്. ഇസാൻ റഹ്മാൻ ബിൻ റജീസ്. മിഷാൽ മുഹമ്മദ് ബിൻ അഷ്റഫ് തളിപ്പറമ്പ് സ്വദേശിയാണ്, മിഷാൽ മുഹമ്മദ് ബിൻ അഷ്റഫ്. തബ്ഷീർ ബിൻ ഖമറുദ്ദീൻ കാവുമ്പടി സ്വദേശിയാണ്. 11 കുട്ടികളാണ്. അല്ലാഹു ഇത് നൽകിയവർക്കും ഇത് കിട്ടിയവർക്കുമെല്ലാം അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا
ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. هنا مروا وكانوا قدوة للناس هنا مروا وكانوا قادة أطهار هنا مروا وكانوا قدوة للناس هنا مروا وكانوا قادة أطهار فيهم رقة الإحساس فيهم جذوة الأحرار فيهم رقة الإحساس فيهم جذوة الأحرار وفيهم جذوة الأحرار هنا خطاهم في الدجى نبراس هنا عطاهم طيب الآثار وكانوا بين كل الناس هم السادات والأخيار وكانوا بين كل الناس هم السادات والأخيار هم السادات والأخيار متى نصحو وقد دق الردى الأجراس متى نصحو متى يا أمة المليار متى نصحو وقد دق الردى الأجراس متى نصحو متى يا أمة المليار تعود لصبحنا الأنفاس ونعلي راية المختار تعود لصبحنا الأنفاس ونعلي راية المختار ونعلي راية المختار هنا مروا وكانوا قدوة للناس هنا مروا وكانوا قادة أطهار هنا مروا وكانوا قدوة للناس هنا مروا وكانوا قادة أطهار فيهم رقة الإحساس فيهم جذوة الأحرار
وكانوا بين كل الناس هم السادات والأخيار. وكانوا بين كل الناس هم السادات والأخيار. هم السادات والأخيار.